علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ സാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഏതാനും ചില കാര്യങ്ങൾ ഉണർത്തുക എന്നുള്ളതാണ് ബിഇദ്നില്ലാഹ് ഇന്നത്തെ ദർസിന്റെ നമ്മുടെ ഉദ്ദേശം. നിങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ധാരാളമായി ദർസുകൾക്ക് ഇരിക്കുന്നവരാണ്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നവരാണ്. അതുകൊണ്ട് ഇൽമിയായ ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിനേക്കാളും അതിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതുണർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ദർസിന്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം എല്ലാവരും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ഇൽമു പഠിക്കുന്നവരാണ്, ദർസുകൾക്ക് ഇരിക്കുന്നവരാണ്. ആഴ്ചകളിൽ ഞാൻ അറിഞ്ഞെടുത്തോളം ഇവിടെ അൽഹംദുലില്ലാഹ് ധാരാളം ദർസുകൾ നിങ്ങൾക്കുണ്ട്. നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ സ്ഥാനം, നമുക്ക് അള്ളാഹുവിങ്കലുള്ള വില എന്താണ് എന്നുള്ളത്? നമ്മുടെ വില എന്താണ്? എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അരികിൽ നമുക്ക് വില നൽകുക? എന്താണ് അതിനുള്ള മാനദണ്ഡം? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ ജാമിഉ ബയാനുൽ ഇൽമി വ ഫദ്ലി എന്ന കിതാബിലും അബൂ നുഈം ഹില്യത്തുൽ ഔലിയായിലൊക്കെ ഉദ്ധരിക്കുന്നതായി കാണാം. ഖീമത്തു കുല്ലി ഇംരിഇൻ ബിഖദ്രി മാ യുഹ്സിനു. ഓരോരുത്തരുടെയും വില എന്ന് പറയുന്നത് അവർ നന്നായി മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും അവിടുന്നും ഇവിടുന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്നല്ല, മറിച്ച് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുണ്ടാവും, അറബി ഭാഷ പഠിക്കുന്ന സഹോദരങ്ങൾക്കറിയാം. ഇഹ്സാൻ, ഇത്ഖാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുക, ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി അറിയുക. അങ്ങനെ ഒരു വ്യക്തിയുടെ അറിവിന്റെ തോത് എന്താണോ അതാണ് ആ വ്യക്തിയുടെ വില എന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു അബ്ദുൽ ബറും മറ്റും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നന്നായി അറിയാം? അറിവ് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നമ്മൾ ധാരാളം ദർസിനിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ദർസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, അത് പരസ്പരം ഉണർത്തുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഉദ്ദേശം. അപ്പൊ നന്നായിട്ട് എത്രത്തോളം വിഷയങ്ങൾ നമുക്കറിയാം അതിനനുസരിച്ചാണ് നമ്മുടെ വില എന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മുടെ പഠനത്തിന്റെ വിഷയത്തിൽ എപ്പോഴും കേവലം 1-2 ദർസുകൾക്ക് ഇരുന്ന് പോകലല്ല നമ്മുടെ ഉദ്ദേശം. ഇവിടെ അൽഹംദുലില്ലാഹ് ഞാൻ അറിഞ്ഞെടുത്തോളം ആഴ്ചയിൽ ധാരാളം ദർസുകൾ നടക്കുന്നുണ്ട്. പല ആളുകളും ദർസുകൾ വന്നിരിക്കും, പിന്നീട് പോകും. അതിനപ്പുറം ആ ദർസുമായി, ആ പഠിച്ച കാര്യങ്ങളുമായി അവനുള്ള ബന്ധം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നാം പരിശോധിക്കേണ്ട കാര്യമാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഉണർത്തുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിന്റെ ഉദ്ദേശം. അതിന്റെ മുമ്പായി ഒരു ഹദീസ് മാത്രം സൂചിപ്പിക്കാം. ഈ ഇൽമു പഠിക്കുന്നതിന്റെ ഫളായിലുകൾ ധാരാളക്കണക്കിന് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇതെപ്പോഴും പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ നിയത്തിനെ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇൽമു പഠിക്കുന്ന മാർഗത്തിൽ ഒരാൾ സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ആ മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി നൽകുന്നതാണ്. ഇൽമു പഠിക്കാൻ ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ പലപ്പോഴും ദർസുകളിൽ പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, നമ്മളൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ, അന്ന് പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞതാണെങ്കിൽ അബൂ സുറഅത്ത് റാസി പറഞ്ഞതുപോലെ, ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ നാം ഖാല റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു വിരി മാറ്റുകയാണ്. നമ്മുടെ സാധാ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു വിരി മാറ്റുന്നു. ഖാല റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ വിരി മാറ്റുന്നു. നിങ്ങൾ മുമ്പിൽ കാണുന്ന ആരെയാണ്? അല്ലാഹുവിന്റെ റസൂലിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നിങ്ങളോട്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. നിങ്ങൾ ദീൻ പഠിക്കാൻ തയ്യാറായാൽ, ഈ മാർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കാൻ തയ്യാറായാൽ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി നൽകും. അത് മാത്രമല്ല, ശേഷം അവിടുന്ന് പറഞ്ഞു, വഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹ ലിതാലിബിൽ ഇൽം. അറിവ് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വേറെ ചില ഹദീസുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇൽമിന്റെ സദസ്സുകളിൽ നാം വന്നിരുന്നാൽ അവിടെ മലക്കുകൾ വന്നിരിക്കും. ആ സദസ്സ് കഴിഞ്ഞാൽ മലക്കുകൾ അള്ളാഹുവിങ്കിലേക്ക് പോകും, മലക്കുകൾ അള്ളാഹുവിനോട് സംസാരിക്കും.
അള്ളാഹു ചോദിക്കും അവരുടെ ആവശ്യം എന്താണ്? ദീർഘമായ ഹദീസാണ്. അള്ളാഹു മലക്കുകൾ പറയും, അള്ളാഹുവെ അവർ സ്വർഗം ചോദിക്കുന്നു. അള്ളാഹു ചോദിക്കും അവർക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? മലക്കുകൾ പറയും, റബ്ബെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അള്ളാഹു ചോദിക്കും വേറെന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയും അവർ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു, പാപമോചനം ചോദിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും അവരുടെ ചോദ്യങ്ങളൊക്കെ ഞാൻ നൽകാൻ തയ്യാറാണ്. എന്തു കാരണത്താൽ? ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നു എന്ന കാരണത്താൽ, ഇൽമിന്റെ വിദ്യാർത്ഥിയാണ് എന്ന കാരണത്താൽ. ഏത് ഇൽമിന്റെ? നിങ്ങൾക്ക് ഇവിടെ ആഴ്ചയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ദർസുകൾ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്ന ആ സദസ്സുകൾ, അതിൽ നിങ്ങൾ നിത്യം വന്നിരുന്നാൽ, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തീരുമാനമായി തീർന്നാൽ. ഞാൻ പൊതുവെ പറയാറുണ്ട്, ഒഴിവ് സമയത്ത് ദീന് പഠിക്കുക എന്നുള്ളതാണ് ഇന്ന് പൊതുവെ ആളുകളുടെ ഒരു കാഴ്ചപ്പാട്. അതല്ല, ഒഴിവ് സമയത്ത് പഠിക്കേണ്ട കാര്യമല്ല ദീൻ. നമ്മളെന്താ പറയാ, ബിസിയാണ്, നമ്മൾ തിരക്കാണ്. എന്തിനു വേണ്ടിയാണ് ഈ തിരക്കുകൾ? നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മെ പഠിച്ചതിന്റെ ഉദ്ദേശം ജോലി ചെയ്യാനാണോ? അല്ലെങ്കിൽ കുടുംബത്തിന് ചെലവിന് കൊടുക്കുക എന്നുള്ളതാണോ അള്ളാഹു പഠിച്ചതിന്റെ അടിസ്ഥാന ലക്ഷ്യം? അല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇബാദത്താണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദീന് പഠിക്കാനുള്ള സദസ്സുകൾ ഒരു ഒഴിവും പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ പഠിച്ചേ പറ്റൂ, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമ പഠിച്ച് അതിൽ മുന്നേറുന്ന ആളുകളെ കുറിച്ച് അവിടുന്ന് പറയുന്നു, വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ഇൽമ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുന്നത് ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരുമാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ദീന് പഠിക്കുന്ന സദസ്സിൽ നിരന്തരമായി ഇരുന്നു, അതിനോട് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ബന്ധം വെച്ച് പുലർത്തിയാൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം അള്ളാഹുവിനോട് ചോദിക്കും. ഭൂമിയിലുള്ള മറ്റുള്ള ആളുകൾ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കും. ഏത് സൃഷ്ടികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹത്തൽ ഹീതാൻ ഫിൽ മാ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ, സമുദ്രങ്ങളിലും മറ്റുമുള്ള മത്സ്യങ്ങൾ വരെ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ശേഷം അവിടുന്ന് പറഞ്ഞു, വഇന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദി കഫദ്ലി അൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. പൂർണ്ണമായ ചന്ദ്രനുള്ള രാത്രിയിൽ ആ നിലാവിന് എത്രമാത്രം സ്ഥാനമാണോ ഉള്ളത്, അതുപോലെയാണ് ഇൽമ പഠിക്കുന്ന ആളുകളുടെ സ്ഥാനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ പറയുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാക്ക് തന്നെ പറഞ്ഞാൽ, അബൂ സുറഅത്ത് റാസി പറഞ്ഞതുപോലെ, അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ച് മാത്രമുള്ളതല്ല. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി മത്സ്യങ്ങൾ പാപമോചനം ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ മാർഗത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് വേണ്ടി മലായികത്തുകൾ ഇസ്തിഗ്ഫാർ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഇൽമിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ ഇൽമിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, അല്ലാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാർ അവരാണ് അംബിയാക്കളുടെ അനന്തരാവകാശികൾ. വഇന്നഹും ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, അവർ ഈ ഭൂമിയിൽ നിന്ന് വിട്ടേച്ചു പോകുമ്പോൾ അവരുടെ പിന്മുറക്കാർക്ക് അവർ വെച്ചിരിക്കുന്നത് ധാരാളം സമ്പാദ്യമല്ല, അവർ വീതിച്ചെടുക്കാൻ വേണ്ടി ധാരാളം സമ്പാദ്യങ്ങൾ വെച്ചിട്ടല്ല നബിമാരൊന്നും ഇവിടുന്ന് പോയത്. മറിച്ച് വഇന്നമാ വറസുൽ ഇൽം, അവർ ഈ ഭൂമിയിൽ ബാക്കിയാക്കി വെച്ചിരിക്കുന്ന കാര്യം അത് ഇൽമാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. അതുകൊണ്ട് അംബിയാക്കളുടെ അനന്തരാവകാശം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇൽമിൽ നിന്ന് നിങ്ങളുടെ വിഹിതം നിങ്ങൾ കരസ്ഥമാക്കുക. അതുകൊണ്ടാണ് ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടണത്തിൽ ചെന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ കച്ചവടം ചെയ്തിരിക്കുകയാണോ? ദുനിയാവിന്റെ സമ്പാദ്യത്തിന്റെ പിന്നിൽ നിങ്ങൾ പോവുകയാണോ? ഇതാ മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശം വീതിക്കപ്പെടുകയാണ്. ആളുകളൊക്കെ പെട്ടെന്ന് മസ്ജിദിലേക്ക് ഓടി. അവരൊക്കെ മസ്ജിദിലേക്ക് ചെന്നു. ശേഷം മസ്ജിദിൽ നിന്ന് തിരിച്ച് പട്ടണത്തിലേക്ക് വന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കളല്ലേ പറഞ്ഞത് മസ്ജിദിൽ പ്രവാചകന്റെ അനന്തരാവകാശം കൊടുക്കുന്നു എന്ന്? ഞങ്ങൾ മസ്ജിദിൽ പോകുമ്പോൾ അതൊന്നും അവിടെ കണ്ടിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താണ് അവിടെ കണ്ടത്? അദ്ദേഹം പറഞ്ഞു, അവര് പറഞ്ഞു, മസ്ജിദിൽ ചെന്നപ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, ദീന് സംസാരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശം. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓരോരുത്തരും ചിന്തിക്കുക, നമുക്ക് മുമ്പിലുള്ള ഈ അവസരം ദീനിന്റെ മജാലിസുകളിൽ ഇരിക്കാൻ, പ്രവാചകന്റെ അനന്തരാവകാശം എടുക്കാൻ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസരം എത്രമാത്രം നല്ല രൂപത്തിൽ നാം ഉപയോഗിക്കാറുണ്ട്, എത്രമാത്രം അതിനോടുള്ള ബാധ്യതകൾ നാം നിറവേറ്റാറുണ്ട്. ഇപ്പൊ ചില ആളുകൾ ദർസിന് വരുന്ന ആളുകൾ ഉണ്ടാവും, പക്ഷേ ആ ഇൽമിന് കൊടുക്കേണ്ട, അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശത്തിന് കൊടുക്കേണ്ട ബഹുമാനം അതിന് നമ്മൾ നൽകിയിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് സലഫുകൾ എങ്ങനെയാണ് ഇൽമ പഠിച്ചത് എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ശേഷം സൂചിപ്പിക്കാം.
അതുപോലെ സലഫുകൾ നമ്മുടെ മുൻഗാമികൾ ചെയ്തതുപോലെ നമുക്ക് ഇൽമിനെ ആ ബോധ്യത്തിൽ ആ മഹത്വം അതിന് കണ്ടുകൊണ്ട് ദീനിന്റെ സദസ്സുകളിൽ ഇരിക്കാൻ എത്രത്തോളം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഈമാനിന്റെ ബലഹീനത കാരണത്താലാണ്, നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ്. നിസ്സാര കാര്യമല്ല. കാരണം സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന മാർഗത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോവുകയാണെങ്കിൽ, ഭൗതികമായ ലക്ഷ്യങ്ങൾ നമ്മെ തെറ്റിച്ചു കളയുകയാണെങ്കിൽ നമ്മുടെ ഈമാനിനെ നാം പരിശോധിക്കാൻ തയ്യാറാകണം. ഇനി നമ്മൾ എത്ര ചിന്തിച്ചിട്ടും അല്ലെങ്കിൽ എത്ര ദർസുകളിൽ ഇരുന്നിട്ടും നമുക്കൊരു മാറ്റം ഇല്ലെങ്കിൽ ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞതായി ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ചില ആളുകളുടെ കർമ്മങ്ങൾ കാരണത്താൽ അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെക്കും. അല്ലാഹു സീൽ വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആദ്യം ഒരു കറുത്ത പുള്ളി വെക്കും, പിന്നീട് അവൻ തൗബ ചെയ്താൽ ആ പുള്ളി മായ്ക്കപ്പെടും. അവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അവന്റെ ഹൃദയത്തിൽ വീണ്ടും കറുത്ത പുള്ളികൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ അവന്റെ ഹൃദയം കറുത്ത പുള്ളികളാൽ നിറയും. അത്തരത്തിലുള്ള ഹൃദയങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, സൂറത്തുൽ മുത്തഫിഫീൻ. നിങ്ങളൊക്കെ അത് ഹിഫ്ള് ചെയ്യുന്നവരാണ്. ചില ആളുകളുടെ കർമ്മങ്ങൾ കാരണത്താൽ ഹൃദയത്തിൽ സീൽ വെക്കപ്പെടും. സഈദ് ഇബ്നു ജുബൈറിനെ പോലുള്ള ചില പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ എന്ത് കേട്ടാലും അവരിങ്ങനെ ദർസിൽ വന്നിരിക്കുന്നുണ്ടാകും, അവരുടെ മുമ്പിൽ ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ് എന്ന് പറയപ്പെടുന്നുണ്ടാകും, പക്ഷെ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പേരിന് 2 ദർസുകൾക്കൊക്കെ ഇരിക്കുന്നു, പക്ഷേ ഈ ആയത്തുകൾ കേട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണമെന്നില്ല. ഈ ഹദീസുകൾ കേട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുന്നില്ല. അതിന്റെ കാരണം അവരുടെ ഹൃദയം ഈ പറഞ്ഞ രൂപത്തിൽ കറുത്ത പുള്ളികളാൽ നിറഞ്ഞതായിരിക്കും. അവിടെ നാം ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. കാരണം നമ്മുടെ ഹൃദയം ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് അവിടെ തടസ്സപ്പെട്ടിരിക്കുന്നത്. നിസ്സാരമല്ല കാര്യം. സ്വർഗത്തിലേക്കുള്ള മാർഗം നമുക്ക് അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റബ്ബിന്റെ ഖശിയത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വന്നപ്പോൾ അള്ളാഹു പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ പണ്ഡിതന്മാരാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ പണ്ഡിതന്മാരാണ്. സൂറത്തുൽ ബയ്യിനയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ആളുകൾ ആരാണ്? ഉലൈക ഹും ഖൈറുൽ ബരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വദാലിക ലിമൻ ഖശിയ റബ്ബ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ഈ 2 ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ജമാഅത്ത് അൽ കിനാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തദ്കിറത്തുസ് സാമിഅ എന്ന ഇൽമിന്റെ അദബ് വിശദീകരിക്കുന്ന കിതാബിൽ പറഞ്ഞതായി കാണാം. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല ആളുകൾ ദീന് പഠിക്കുന്നവരാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മികച്ചവർ അവർ ദീന് പഠിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് നമുക്ക് ഇന്ന് അതിന് ധാരാളം സൗകര്യങ്ങളുണ്ട്, പഠിക്കാൻ സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ള സഹോദരങ്ങൾ, നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് ഇവിടെ വലിയ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തുല്ലാബുകളുടെ ദുറൂസുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. വലിയ അവസരമാണ്. ഇവിടെ അഹ്ലുസുന്നയുടെ ഒരു ആലിമിന്റെ ദർസുണ്ട് എന്ന് കേട്ടാൽ ഇടയ്ക്കൊക്കെ അവിടെ നമ്മൾ പോകാൻ ശ്രമിക്കുക. നമ്മുടെ അടുത്തുള്ള ദർസുകളാണെങ്കിൽ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിന്ന് പലപ്പോഴും പറയുന്ന കാരണം എന്താണ്? നമുക്ക് ബിസിയാണ്, തിരക്കാണ്. നമ്മൾ ഈ തിരക്ക് എന്ന് പറയുന്നതിനിടയിൽ നമ്മുടെ കുട്ടിക്ക് അസുഖം വന്നാൽ നമ്മൾ ആ തിരക്ക് വെച്ചിട്ട് എന്നാ കുട്ടിയെ കാണിക്കണ്ടെന്ന് തീരുമാനിക്കോ? ഇല്ല. കുട്ടിയെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകും. നമുക്കൊരു ശരീരത്തിൽ വേദന വന്നു, നമ്മൾ വിചാരിക്കോ ജോലിയൊക്കെ ഒന്ന് കഴിയട്ടെ, അത് കാണിക്കേണ്ടതില്ല? അല്ല, നമ്മൾ പോയി കാണിക്കും. സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ നമ്മൾ പോയി കാണിക്കും. എന്നാൽ പരലോകത്ത് വിജയിക്കാൻ നമുക്ക് സബബാകുന്ന, സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന മലായിക്കത്തുകൾ വരെ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു കാരണം, ഒരു എളുപ്പമുള്ള വിഷയം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് പ്രിയപ്പെട്ടവരെ അതിനെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അതിന്റെ ദുനിയാവ് നമുക്കൊരു തടസ്സമാവുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞ വാക്ക്, ലൗ കാനത്തിദ് ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ, ഈ ദുനിയാവിന് അല്ലാഹുവിങ്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു കാഫിറിന് പോലും ഒരു ഇറക്ക് വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകില്ലായിരുന്നു. എത്ര കോടികൾ നമുക്ക് ഇവിടെ ലഭിച്ചാലും അല്ലാഹുവിങ്കൽ ഈ ദുനിയാവിന്റെ സ്ഥാനം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ല. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില അതുപോലും ഈ ദുനിയാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലില്ല. അതുകൊണ്ട് ഈ സാഹചര്യങ്ങൾ ഒരിക്കലും നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സിൽ സ്ഥിരമായിരിക്കുന്ന, അതിനവസരമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് 1-2 നസീഹത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ പറയാൻ എന്ന് ആഗ്രഹിച്ചത്. അതിലൊന്നാമത്തേത്, അദബ് നാം ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഇൽമു പഠിക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് അദബ് എന്നുള്ളത്. ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ജാമി' എന്ന കിതാബിൽ
അദ്ദേഹം പറയുന്നതായി കാണാം, മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, കാനു യതഅല്ലമൂന അൽ ഹദി കമാ യതഅല്ലമൂന അൽ ഇൽം. നമ്മുടെ മുൻഗാമികളായ ആളുകൾ, സലഫുസ് സാലിഹീങ്ങൾ, അദ്ദേഹം ചെറിയ താബിഈങ്ങളിൽപ്പെട്ടവരാണ്. അദ്ദേഹം പറയുന്നു, നമ്മുടെ മുൻഗാമികളായ താബിഈങ്ങളും സഹാബികളും ഒക്കെ ഇൽമു പഠിക്കുന്നത് പോലെ അദബ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇൽമു പഠിക്കുന്നത് പോലെ അദബ്. എന്താണ് ഈ അദബ്? അത് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കാം. അദബിന്റെ പ്രാധാന്യം നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. എന്താണ് ഈ അദബ് എന്നുള്ളത് നമുക്ക് പറയാം. അതുപോലെ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, നമ്മുടെ മുൻഗാമികൾ വർഷങ്ങളോളം അദബ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. വർഷങ്ങളോളം അദബ് പഠിക്കും. എന്താണ് ഈ അദബ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ദീന് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഇൽമിന്റെ സദസ്സുകളിൽ ഞാൻ പങ്കെടുക്കേണ്ടത്, എങ്ങനെയാണ് എന്റെ ഉസ്താദിനോട് ഞാൻ പെരുമാറേണ്ടത്, എങ്ങനെയാണ് എന്റെ ദർസിൽ ബാക്കിയുള്ള വിദ്യാർത്ഥികളോട് ഞാൻ പെരുമാറേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന നിസ്കാരം പോലെ മറ്റൊരു ഇബാദത്താണ് ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളത്. അത് നമുക്ക് തോന്നുന്ന രൂപത്തിൽ വന്നിരുന്ന് തോന്നുന്ന രൂപത്തിൽ അതിനെ സമീപിക്കാൻ പാടില്ല. ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ പറയുമ്പോൾ ചില സഹോദരങ്ങൾ എന്നോട് പറയാറുണ്ട്, എന്തിനാ ഇങ്ങനെ കണിശത കാണിക്കുന്നത്? ഇത് ഇബാദത്താണ്. ഈ ഇബാദത്തിനെ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ കൊണ്ടുവന്നത് ആ രൂപത്തിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് അതിന്റെ അഥർ നമുക്കുണ്ടാവുകയുള്ളൂ. ഇവിടുത്തെ സൗദിയിലെ ഉന്നത പണ്ഡിതന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പല പണ്ഡിതന്മാരുടെയും സംസാരങ്ങളിൽ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കും, പഴയ കാലത്തൊക്കെ അല്ലെങ്കിൽ അവരുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ 7 വർഷം പഠിച്ചാൽ 10 വർഷം പഠിച്ചാൽ ഒരാൾ മുഫ്തിയാവുമായിരുന്നു. 10 വർഷം പഠിച്ച ഒരാൾ മുഫ്തിയാകും. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളിൽ പല ആളുകളും 5 വർഷമായി 6 വർഷമായി 10 വർഷമായി ദർസുകൾക്ക് ഇരിക്കുന്നു. പക്ഷെ ഇപ്പോഴും നിസ്കാരത്തിന്റെ മസായിലുകൾ അറിയില്ല, വുളൂഇന്റെ മസായിലുകളിൽ സംശയമാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? ഇൽമ് സ്വീകരിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിനൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. സഹാബത്ത് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് മുറുകെ പിടിക്കണം. അതാണ് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത്, വർഷങ്ങളോളം മുൻഗാമികളായ ആളുകൾ അതിന്റെ മാർഗം പഠിക്കുമായിരുന്നു. അതെങ്ങനെ പഠിക്കണം, അതിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് അവർ പഠിക്കുമായിരുന്നു എന്ന് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. അതുകൊണ്ട് 2 ഭാഗങ്ങളായി ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദർസിന്റെ വിഷയം പറയാമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് അനുവദിച്ചു തന്ന സമയം അരമണിക്കൂറാണ്. ഇൻഷാ അള്ളാഹ് കഴിവിന്റെ പരമാവധി പെട്ടെന്ന് തീർക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, മുതഅല്ലിം, പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഹൃദയം ശുദ്ധീകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇൽമു പ്രവേശിക്കുകയില്ല. ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അസ്സുഹുദ് വർ റഖായിഖ് എന്ന കിതാബിൽ സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാഹിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അഥറിൽ കാണാം, ഹറാമുൻ അലാ ഖൽബിൻ അയ്യദ്ഖുലഹു അൻ-നൂർ വഫീഹി ശൈഉൻ മിമ്മാ ഹറമഹുല്ലാഹ്. അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒരുവന്റെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ അതിലേക്ക് അല്ലാഹുവിന്റെ പ്രകാശം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിജ്ഞാനം അതിലേക്ക് പ്രവേശിക്കുകയില്ല. അത് അല്ലാഹു നിഷിദ്ധമാക്കിയതാണ് എന്ന് സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ധാരാളം ഹറാമുകൾ ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ ധാരാളം കണക്കിന്റെ തിന്മകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ, തിന്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വലിയ വലിയ കാര്യങ്ങളെ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ കളവ് പറയുന്നെങ്കിൽ അത് തിന്മയാണ്, വൻ പാപാണ്. നമ്മുടെ ഭാര്യയുടെ വിഷയത്തിൽ നാം വേണ്ടതുപോലെ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ അവരെ പരിഗണിക്കുന്നില്ലെങ്കിൽ അത് തിന്മയാണ്. നമ്മുടെ സകാത്ത് സമയാസമയം നമ്മൾ നൽകുന്നില്ലെങ്കിൽ അത് വൻ പാപമാണ്. നമ്മൾ അന്യായമായി ഒരാളെ ദ്രോഹിക്കുകയാണെങ്കിൽ അത് ഹറാമാണ്. ഇതൊക്കെ തിന്മകളാണ്. ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇൽമു പ്രവേശിക്കുകയില്ല എന്ന് സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഫിൽ ഖൽബി ലമുദ്ഗ. നിങ്ങളൊക്കെ മനപ്പാടാക്കിയ ഹദീസാണ്, നുഅ്മാൻ ബിൻ ബഷീറിന്റെ ഹദീസ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ അവയവത്തിന്റെ പ്രത്യേകത എന്താണ്? ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു. അത് നന്നായാൽ നിങ്ങൾ നന്നാകും. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. അതെങ്ങാനും മോശമായാൽ നിങ്ങൾ മോശമായി തീരും, നിങ്ങൾ മോശമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ഒന്നാമതായി എടുക്കേണ്ട തീരുമാനം എന്താണ്? ബിഇദ്നില്ലാഹ് ഞാൻ തൗബ ചെയ്ത് എന്റെ ഹൃദയം ശുദ്ധീകരിക്കും. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ധാരാളം ദർസുകൾ കേട്ടിട്ടും നമ്മുടെ ഇൽമിന് ബറക്കത്തില്ല എങ്കിൽ, ധാരാളം ദർസുകൾ കേട്ടിട്ടും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകാരവും ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ കാരണം ഹൃദയത്തിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മൾ തൗബ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം, അന്നദമു തൗബ. നമ്മൾക്ക് ഖേദമുണ്ടാകണം, അത് തൗബയാണ്. നമ്മൾ ഖേദിക്കുക, റബ്ബേ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്, എനിക്ക് എത്രമാത്രം പിഴവുകളാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം ഹറാമുകൾ, എത്രമാത്രം അലംഭാവങ്ങൾ, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോട് ഒരു വേണ്ടതുപോലെ സമീപിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കിയാൽ
നമുക്കിന്ന് പലപ്പോഴും പ്രിയപ്പെട്ടവരെ അള്ളാഹു നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ അതിനോട് എത്രമാത്രം നമുക്ക് സത്യസന്ധത പുലർത്താൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു ഇവിടെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഇൽമു പഠിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഇത് നമുക്കറിയാം, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. ഇത് നമ്മൾ വേണ്ടതുപോലെ സത്യപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ ഈമാൻ എത്രമാത്രം ആ ഒരു വാക്കിനെ ഉൾക്കൊള്ളാൻ നമ്മെ സഹായിച്ചിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പറയാണ്, നാളെ ഒരു ദിവസം നിങ്ങൾ ജോലിക്ക് വന്നാൽ നിങ്ങൾക്ക് പൊതുവെ കിട്ടുന്ന സാലറിയുടെ ഒരു 10 ഇരട്ടി തരാം. നമ്മളെവിടെ പോകും? എന്തായാലും പോകും. ഭൗതികമായ ഒരു കാരണം, കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാത്ത ദുനിയാവിന്റെ ഒരു വസ്തു നമ്മൾ നേടിയെടുക്കാൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇൽമിന്റെ സദസ്സിൽ നിങ്ങൾ വേണ്ടതുപോലെ പങ്കെടുത്താൽ, അതിൽ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനാണ്, സൃഷ്ടാവിന്റെ വാഗ്ദാനമാണ്. ആ റബ്ബിന്റെ വാഗ്ദാനം നമുക്ക് വേണ്ടതുപോലെ നമ്മുടെ മനസ്സിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും ഇങ്ങനെയായിരിക്കില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഒന്നാമത്തെ കാര്യം ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമ്മുടെ നിയ്യത്തിനെ നന്നാക്കുക. നമ്മുടെ നിയ്യത്തിനെ നന്നാക്കുക. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ പറഞ്ഞതായി ഖതീബുൽ ബഗ്ദാദി അദ്ദേഹത്തിന് അൽ ജാമി' എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം, മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി. ഞാൻ ഏറ്റവും അധികം നന്നാക്കാൻ വേണ്ടി പരിശ്രമിച്ച കാര്യം എന്റെ നിയ്യത്താണ്. നിയ്യത്ത് എങ്ങനെയാ നന്നാക്കുക? നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക. നമ്മൾ പഠിക്കുന്നത് റബ്ബിന് വേണ്ടി മാത്രമായിരിക്കുക. അതല്ലാതെ ആരെയെങ്കിലും തോൽപ്പിക്കാനോ എവിടെയെങ്കിലും ഉന്നതമായ സ്ഥാനം ലഭിക്കാനോ മറ്റൊന്നുമല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ പഠനം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഇമാം അഹ്മദിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി പഠനമാക്കാൻ സാധിക്കുക? ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, ഒരുവൻ പഠിക്കുമ്പോൾ അവന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരിക്കണം? എന്റെ അറിവില്ലായ്മ മാറ്റണം എന്നതായിരിക്കണം ലക്ഷ്യം. എന്റെ അറിവില്ലായ്മ നീക്കണം. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ അറിവില്ലായ്മ നീക്കാൻ എനിക്ക് സാധിക്കണം. ചില ആളുകളുണ്ട്, പഠിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താ? ആളുകളോട് തർക്കിക്കാൻ. ഒരു മസാല അവർ പഠിച്ചെടുക്കുന്നതിന്റെ ഉദ്ദേശം ആളുകളോട് തർക്കിക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ വലിയവനാണ് എന്ന് തോന്നിക്കാനായിരിക്കാം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. മൻ തഅല്ലമൽ ഇൽം ലിയുബാഹിയ ബിഹിൽ ഉലമാ ഔ യുമാരിയ ബിഹിസ് സുഫഹാ ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി അദ്ഖലഹു അല്ലാഹു ജഹന്നം. ആരെങ്കിലും ഇൽമു പഠിക്കുന്നത് മറ്റുള്ളവരോട് തർക്കിക്കാനാണെങ്കിൽ, ശരിക്കും നിങ്ങൾ ചിന്തിക്കുക, ഒരു ഇൽമു നമ്മൾ പഠിക്കുന്നത് ആളുകളോട് തർക്കിക്കാൻ, അതല്ലെങ്കിൽ ആളുകളൊക്കെ നമ്മിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവനതാ വലിയ പഠിച്ചവനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇൽമു പഠിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തരക്കാരുടെ സ്ഥലം നരകമാണ്. അവർക്ക് അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് നരകമാണ്. അതുകൊണ്ട് നമ്മൾ ഇൽമു പഠിക്കുന്ന ഒരിക്കലും എന്തിനല്ല, ആളുകളുടെ മുമ്പിൽ നമ്മളെ ആളുകൾ പുകഴ്ത്താനാവരുത്, ആളുകളോട് തർക്കിക്കാനാവരുത്. മറിച്ച് ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ ഇൽമു പഠിക്കേണ്ടതിന്റെ ഉദ്ദേശം ഞാൻ എന്നെ നന്നാക്കണം, എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ എത്തിയാൽ വിജയിക്കണം, എന്റെ കുടുംബത്തിന് 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവരൊരു ഹറാമ് ചെയ്യുന്നത് കണ്ടാൽ എന്റെ വീട്ടിൽ റബ്ബിനെ ധിക്കരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല, എന്റെ മകൻ നിസ്കരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല, എന്റെ മകൾ നിസ്കരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, എന്റെ വീട്ടിൽ എന്റെ മക്കൾ മ്യൂസിക് കേൾക്കാൻ പാടില്ല, അവരെ സിനിമ കാണാൻ പാടില്ല. ഈ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കണം. ഇന്ന് ചില ആളുകൾ ഇൽമു പഠിക്കും, സ്വന്തം വീട്ടിൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല, എന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്കോ അവരോട് തർക്കിക്കാൻ സമയം കണ്ടെത്തുന്നവർ, അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ താക്കീത്, നിങ്ങൾ ഇൽമു പഠിക്കുന്നത് ആളുകളോട് തർക്കിക്കാനാണെങ്കിൽ നിങ്ങളുടെ സ്ഥലം നരകമാണ്. അത് നിങ്ങൾക്ക് ഇൽമുണ്ട് എന്നുള്ളതൊന്നും കാര്യമില്ല, നിങ്ങൾ നരകത്തിന് അവകാശികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് നാം പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. ഇൽമിന്റെ സദസ്സിലിരുന്നാൽ നിയ്യത്ത് നന്നാക്കുക. ഇപ്പൊ നമ്മളോട് ഒരു പക്ഷെ ആരെങ്കിലും ചോദിച്ചു, നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? അവിടെ ഒറ്റയടിക്ക് പറയും, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അതെന്തുകൊണ്ടാണ് നമുക്കങ്ങനെ പറയാൻ സാധിക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്ന വാക്കിന്റെ ഗൗരവം നമുക്കറിയാത്തത് കൊണ്ടാണ്. കേവലം നാവ് കൊണ്ട് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലെ ഇൽമിലൂടെ നമ്മൾ നിറവേറ്റുന്നുണ്ടോ? അത് നിറവേറ്റുന്നില്ല എങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഇൽമല്ല. അതുകൊണ്ടാണ് ഇമാം അഹ്മദിനോട് ഒരാൾ ചോദിച്ചു, താങ്കൾ അള്ളാഹുവിന് വേണ്ടിയാണോ ഇൽമ പഠിക്കുന്നത്? ഇമാം അഹ്മദ് പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടിയാണെന്നൊക്കെ പറയൽ എത്ര കഠിനമായ വാക്കാണ്. ഇമാം അഹ്മദ പറയുന്നു, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് എന്ന് പറയുന്നത് കഠിനമായ വാക്കാണ്. അതങ്ങനെ പെട്ടെന്നൊരു ദിവസം വന്ന് ഒരാൾക്ക് വാദിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് പരിശ്രമിക്കാം, നമുക്ക് അതിനുവേണ്ടി പണിയെടുക്കാം. പക്ഷേ അള്ളാഹുവിന് വേണ്ടി ഇൽമ പഠിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല പറയാറുള്ളത്, ഞാൻ എന്ത് കേട്ടാലും അതനുസരിച്ച് അമൽ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു, എന്ത് കേട്ടാലും. അങ്ങനെ ഒരിക്കലും ഇമാം അഹ്മദ് പറയുന്നു, ഞാൻ മർറൂദി റഹിമഹുല്ല
ഇത് ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം പറയുന്നു, ഇമാം അഹ്മദ് പറയാൻ, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്ത വ്യക്തിക്ക് ഒരു ദീനാർ കൊടുത്തു എന്ന ഹദീസ് കേട്ടപ്പോൾ ഞാൻ ഹിജാമ ചെയ്യുന്ന ആളുടെ അരികിലേക്ക് പോവുകയും ഹിജാമ ചെയ്ത് അയാൾക്ക് ഒരു ദീനാർ കൊടുക്കുകയും ചെയ്തു എന്ന് ഇമാം അഹ്മദിന്റെ സീറയിൽ നമുക്ക് കാണാം. അത്രമാത്രം ഒരു ഹദീസ് കേട്ടാൽ അമലിൽ കൊണ്ടുവരിക, അതായിരുന്നു അവരുടെ സ്വഭാവം. അത് ഇൽമ് അള്ളാഹുവിന് വേണ്ടിയാണ് പഠിക്കുന്നത് എന്നതിന്റെ ലക്ഷ്യമാണ്. കാരണം സ്വന്തം നഫ്സ് നന്നാക്കാൻ, സ്വന്തം ജീവിതം നന്നാക്കാൻ, ആളുകളോട് തർക്കിക്കാനല്ല, ആളുകൾ അവനെക്കുറിച്ച് വലിയ പഠിച്ചവനാണെന്ന് പറയാനല്ല, അതല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് നാം പഠിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യകത അത് നമുക്ക് വേണ്ടിയാണ്, നാം നന്നാകാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിജയിക്കാൻ. പൊതുവെ ഉലമാക്കൾ പറയാറുണ്ട്, ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ പഠിക്കും, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, അവസാനം ഈ കേട്ട ആളുകളൊക്കെ സ്വർഗാവകാശികളും ഇവൻ നരകാവകാശിയുമായിരിക്കും. ആ രൂപത്തിലല്ല നമ്മൾ പഠിക്കേണ്ടത്. മറിച്ച് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ പരലോകം നന്നാക്കുക എന്ന ഉദ്ദേശമായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം ഹൃദയം ശുദ്ധീകരിക്കുക. രണ്ടാമത്തെ കാര്യം നിയത്ത് നന്നാക്കുക, ഇഖ്ലാസോടുകൂടി ഇൽമ പഠിക്കുക. മൂന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് വാജിബായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുക. അബ്ദുല്ലാഹി ബിൻ അൽ മുബാറക് റഹിമഹുല്ലയോടും ഇമാം അഹ്മദിനോടും ചോദ്യം ഒരിക്കൽ വന്നു. അവരോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഒരു വ്യക്തി ആദ്യമായി പഠിക്കേണ്ടത്? അവർ പറഞ്ഞു, മാ യുഖീമു ബിഹി ദീന, ദീന നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, അതിനാണ് മുൻഗണന നൽകേണ്ടത്. അത് പഠിക്കാത്തിടത്തോളം കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾക്കറിയാം, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോരുത്തർക്കും ഇൽമ പഠിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. നിസ്കാരം എങ്ങനെ നിർബന്ധമാണോ അതുപോലെ തന്നെ നിർബന്ധമായ മറ്റൊരു അമലാണ് ഇൽമ പഠിക്കുക എന്നുള്ളത്. അതേത് ഇൽമാണ് വാജിബാകുന്നത്? മാ യുഖീമു ബിഹി ദീന, ദീന നിലനിർത്താൻ ആവശ്യമായ ഇൽമ. ഇനി നാം ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, എനിക്ക് ആ ഇൽമുണ്ടോ? എന്റെ ദീൻ നിലനിർത്താൻ ആവശ്യമായ അറിവ് അത് ഞാൻ നേടിയെടുത്തിട്ടില്ല എങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാപങ്ങൾ എന്ന് പറയുമ്പോൾ കളവ് പറയുന്നത് മറ്റൊന്നും നമ്മൾ കൂട്ടേണ്ടതില്ല, അത് പാപങ്ങളാണ്. അതുപോലെ നമ്മൾ അറിയാതെ ഒരുപക്ഷെ പാപികളായി തീരുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ കാര്യം. നമുക്ക് വാജിബായ കാര്യം നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ പാപികളാണ്, അള്ളാഹുവിങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ദീൻ നിലനിർത്താൻ ആവശ്യമാണ്. നമ്മുടെ നിസ്കാരം നമുക്ക് എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അവസാനം സലാം വീട്ടുന്നത് വരെ എന്റെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞ ഹദീസ് അനുസരിച്ചാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് ഉറപ്പായി എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? എനിക്ക് എന്റെ തെളിവുകൾ ഇതാണ്, ഇന്ന കാര്യങ്ങളാണ്. എന്റെ വുളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്തതുപോലെയാണ്, അതിന്റെ പ്രമാണങ്ങൾ ഇന്ന പ്രമാണങ്ങളാണ്. എത്ര ആളുകൾ ഇത് പഠിച്ചിട്ടുണ്ട്? ഇബ്നു ജമാഅത്ത് അൽ കിനാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തദ്കിറയിൽ പറയുന്നതായി കാണാം, ഒരു കാരണവശാലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വലിയ വലിയ വിഷയങ്ങളിലേക്ക്, ഉലമാക്കൾക്കിടയിലുള്ള ചർച്ചകളിലേക്ക്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും അവർക്ക് വാജിബായ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് പോകാൻ പാടില്ല എന്ന് ഇബ്നു ജമാഅത്ത് അൽ കിനാനി റഹിമഹുല്ലാ പറയുന്നതായി കാണാം. എന്നാൽ ഇന്ന് നമ്മളിൽ പല ആളുകളുടെയും അവസ്ഥ എന്താണ്? നമുക്ക് വുളൂഇനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ വുളൂഇൽ ഒരു തവണ അവയവങ്ങൾ കഴുകുന്നത് അതിന്റെ ഹുക്ം എന്താണ്? അത് മതിയാകുന്നതാണോ? അതല്ല സുന്നത്തിന്റെ മറ്റൊരു രൂപമാണോ? അത് ചോദിക്കപ്പെട്ടാൽ ഒരുപക്ഷെ പല ആളുകൾക്ക് അറിയണമെന്നില്ല. അതുപോലെ മൂന്നാമത്തെ റക്അഅത്തിലും നാലാമത്തെ റക്അഅത്തിലും സൂറത്ത് ഓതുന്നതിന്റെ ഹുക്ം എന്താണ് എന്നത് ചോദിക്കപ്പെട്ടാൽ പല ആളുകൾക്കും അതിന്റെ മറുപടി അറിയണമെന്നില്ല. എന്നാൽ ഉമ്മത്തിനെ ബാധിക്കുന്ന വലിയ വലിയ വിഷയങ്ങൾ, വലിയ വലിയ ചർച്ചകൾ, അതിൽ ഇടപെടാൻ, അതിൽ സംസാരിക്കാൻ നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നു, എത്രമാത്രം അതിന് സമയം കണ്ടെത്തുന്നു. അത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽപ്പെടുന്നതാണ്. തർക്കിക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഇൽമുണ്ടെന്ന് കാണിക്കാൻ. ഇപ്പൊ രണ്ടാളുകൾ ചർച്ച നടത്തുന്നു, വലിയ ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയമാണ്, നമ്മൾ അതിനിടയിൽ കയറി അഭിപ്രായം പറയാം. എന്തിനാണ്? നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ മാ യുഖീമു ബിഹി ദീന, നമ്മുടെ ദീൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, അതാണ് നാം പഠിക്കേണ്ടത്. അബുൽ ഹസൻ അൽ മാവർദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അദബുദ്ദുനിയ വദ്ദീൻ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നതായി കാണാം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവൻ ചെറിയ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതിന്റെ മുകളിലാണ് വലിയ കാര്യങ്ങൾ അവൻ സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് പല ആളുകളിലും നിങ്ങൾ നോക്കിയാൽ വലിയ മസായിലുകൾ, അതിൽ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, എല്ലാ തെളിവുകളും അതൊന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു തെളിവ് അവർ കേട്ടിട്ടുണ്ടാകും. എന്നിട്ട് പറയും, ഇതാണ് എനിക്ക് ശരിയായി തോന്നുന്നത്. ഇത് എന്തുകൊണ്ടാണ്? അവന്റെ ഇൽമിന്റെ കുറവാണ്.
ചില ആളുകൾ പറയും ഇത് വ്യക്തമായ തെളിവല്ലേ? അത് അവന്റെ ഇൽമിന്റെ കുറവാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ മുമ്പിലെത്തിയാൽ നമ്മുടെ ഉത്തരവാദിത്വം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ലക്ഷ്യം. റബ്ബിന്റെ മുമ്പിലെത്തിയാൽ നമുക്ക് രക്ഷപ്പെടണം. അതിന് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് വാജിബാക്കിയ കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരും ഇരുന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ കല്യാണം കഴിച്ചവരാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാധ്യതയായിട്ടുള്ളത് എന്താ? എന്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് പഠിക്കുക. എന്റെ മക്കളെ ഞാൻ എങ്ങനെ തർബിയത്ത് ചെയ്യണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ വളർത്തി കാണിച്ചു തന്ന രൂപത്തിൽ നമ്മൾ പഠിക്കുക. എന്റെ മക്കളുടെ വിവാഹം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്രവാചകൻ വിവാഹം ചെയ്യിപ്പിച്ച് കാണിച്ചതിൽ നമ്മൾ പഠിക്കുക. നമ്മുടെ സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പെരുമാറി എന്നതിൽ നിന്ന് നമ്മുടെ കൂടെയുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ പഠിക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ഇടപഴകുന്ന മേഖലകൾ, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയ എന്തായിരുന്നു, എന്താണ് അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് കാണിച്ചു തന്നത്, അത് നമ്മൾ പഠിക്കുക. അത് പഠിക്കാത്ത കാലത്തോളം നമ്മൾ കുറ്റക്കാരാണ്, നമ്മൾ തെറ്റുകാരാണ്. നമ്മുടെ കൂടെയുള്ള ആളുകൾ അവരോട് നമ്മൾ പെരുമാറുന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിക്കാൻ നാം നിർബന്ധിതരാണ്. അതുപോലെ തന്നെ നമ്മുടെ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ കച്ചവട മേഖലയെക്കുറിച്ച് നമ്മൾ പഠിക്കുക. ഈ മേഖലകളൊന്നും പഠിക്കാതെ, നമുക്ക് വാജിബായ കാര്യങ്ങളൊന്നും പഠിക്കാതെ വാജിബല്ലാത്ത വിഷയങ്ങളിൽ തലയിടുക, വലിയ വലിയ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമുള്ള കാര്യമാണ്. വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഇതിനൊക്കെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ ഉണ്ടാവുകയും ചെയ്യും. ഇമാം അഹ്മദിന്റെ ചില ചരിത്രങ്ങളിൽ കാണാം, അദ്ദേഹം തേങ്ങിക്കരയാൻ പലപ്പോഴും ഭയന്നിരുന്നു. കാരണം ഇതുവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലെത്തിയാൽ ചോദ്യം വരുമോ എന്ന ഭയം ഇമാം അഹ്മദിനുണ്ടായിരുന്നു. സുഫിയാൻ അസ്സൗരിയുടെ ചരിത്രത്തിൽ കാണാം, അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും എന്നൊരു ചിന്ത കാരണത്താൽ അദ്ദേഹം മൂത്രം ഒഴിക്കുമ്പോൾ രക്തം പുറത്തു വരാറുണ്ടായിരുന്നു. ഭയം കാരണത്താൽ അദ്ദേഹത്തിന് അത്രയും പേടിയായിരുന്നു. ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ നിന്നാൽ എങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി പറയുക? നമ്മൾ ഇന്നൊരു വാട്സപ്പ് എടുത്ത് അതിലൊരു അഭിപ്രായം പറയുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ നാവില്ലാത്തവന് നാവുണ്ടാക്കി കൊടുത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതിൽ നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വിചാരണയുണ്ട്. ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ വന്നതുപോലെ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ, 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ ഒരടിമയുടെയും കാല് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ചോദ്യം വരും, അവിടുന്ന് നമുക്ക് ഏടുകൾ നൽകപ്പെടും. ഇന്ന് വരെ നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞതുപോലെ അവിടുന്ന് ലഭിക്കുന്ന ഏടുകൾ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് എന്ത് പറയും? മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ചെയ്തിരിക്കുന്ന വലുതും ചെറുതുമായ സകലതും രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഗ്രന്ഥം, ഇതെന്തൊരു ഗ്രന്ഥമാണ്, എന്തൊരു ഗ്രന്ഥമാണ്. നമ്മുടെ വീട്ടിൽ നമ്മളൊരു ടാബ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു, അതിൽ നെറ്റും കൊടുത്തു, കുട്ടികൾ അതിൽ മ്യൂസിക് കാണുന്നുവെങ്കിൽ, ഹറാമായ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുവെങ്കിൽ, ഈ ഏടുകൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിന്റെ പാപം അതിലുണ്ടാകും, അത് നമ്മൾ സഹിക്കേണ്ടി വരും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ചില സംസാരങ്ങൾ കാണാം, പ്രായപൂർത്തി എത്താത്ത മക്കൾക്ക് ഹറാമുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ മാതാപിതാക്കൾ ചെയ്തു കൊടുത്താൽ അതിന്റെ പാപങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമ്മൾ ചുമക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതിനു വേണ്ടി നാം തയ്യാറെടുക്കുക. നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ മാത്രം എപ്പോഴും നാം ഇടപെടുകയും അതിൽ മാത്രം നമ്മൾ സംസാരിക്കുകയും ചെയ്യുക. അതിനപ്പുറമുള്ള വിഷയങ്ങൾ കഴിവിന്റെ പരമാവധി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റബ്ബിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അള്ളാഹുവിന്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും വിചാരണയിൽ നിന്ന് ഒഴിവാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ആളുകൾ 70,000 ആളുകൾ സ്വർഗത്തിൽ ഹിസാബും അദാബും ഇല്ലാതെ പ്രവേശിക്കും എന്ന് പറഞ്ഞപ്പോൾ, ഇമാം അഹ്മദിന്റെ റിവായത്തിൽ അതിലധികം വന്നിട്ടുണ്ട്, പ്രവേശിക്കുമെന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ പ്രവാചകനോട് ആവശ്യപ്പെട്ടത് എന്താ? പ്രവാചകരെ, ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ താങ്കളൊന്ന് ദുആ ചെയ്യണം, അതിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഉൾപ്പെടണം. ഇതായിരുന്നു അവരുടെ ചിന്ത. ഒരു സഹാബി എഴുന്നേറ്റ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറയുന്നു അൻത മിൻഹും. അടുത്ത സഹാബി എഴുന്നേറ്റ് പറയുന്നു, പ്രവാചകരെ, എനിക്ക് വേണ്ടി താങ്കളൊന്ന് ദുആ ചെയ്യണം. കാരണം അവരുടെ ചിന്ത എന്തായിരുന്നു? എങ്ങനെയെങ്കിലും ഹിസാബിൽ നിന്ന് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടണം. അതിനവർ എന്തൊക്കെയാണ് അവർക്ക് സാധിക്കുന്നത് അത് അവർ ചെയ്തു. നന്മകളിൽ അവർ മുന്നേറി. അതല്ലാതെ എല്ലാ വിഷയങ്ങളിലും കയറി സംസാരിക്കുക, എല്ലാത്തിലും കയറി അഭിപ്രായം പറയുക, ദീനിന്റെ വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സംസാരിക്കുക, ഇതൊക്കെ അവർ ചെയ്തിരുന്നു? ഒരിക്കലുമില്ല. ഒരു സഹാബിയുടെ അരികിൽ അവരുടെ സീറ നിങ്ങൾ വായിച്ചാൽ കാണാം, അവരുടെ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ഒരാൾ ചോദ്യം ചോദിച്ചു വരും. ആ സഹാബി പറയും, എന്റെ അയൽവാസിയോട് ചോദിച്ചോളൂ എന്ന് പറയും. അയൽവാസിയുടെ അരികിലേക്ക് പോകും, അദ്ദേഹം പറയും അടുത്ത ആളോട് ചോദിച്ചോളൂ. ആളുകൾ മറുപടി പറയാൻ മടിച്ചിരുന്നു.
ആളുകൾ, സഹാബികൾ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീൻ പഠിച്ച ആളുകൾ, അവർ സംസാരിക്കാൻ ഭയന്നിരുന്നു. കാരണം ഈ സംസാരമൊക്കെ അള്ളാഹുവിങ്കലെത്തിയാൽ അതിന് വിചാരണയുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം അഹ്മദ് പറഞ്ഞ, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് പറഞ്ഞ, മാ യുഖീമു ബിഹി ദീന, നമ്മുടെ ദീൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ അത് നാം ഒന്നാമതായി പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞു എന്ന് നാം ഉറപ്പുവരുത്തുക. അതിന് നമുക്ക് ഇന്ന് ലഭിക്കുന്ന സൗകര്യങ്ങൾ അൽഹംദുലില്ലാഹ് ധാരാളമുണ്ട്. അത് നാം ഉപയോഗപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക. നാലാമത്തെ കാര്യം, ഇൽമു പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തേത് എന്തായിരുന്നു? ഹൃദയം ശുദ്ധിയാക്കുക. രണ്ടാമത്തേത് നിയ്യത്ത്. മൂന്നാമത്തേത് വാജിബായ കാര്യങ്ങൾ, അതിനെ നാം മുൻഗണന നൽകുക. നാലാമത്തെ കാര്യം, ഇൽമിന്റെ മജാലിസുകളിൽ നാം പഠിക്കുന്ന കാര്യങ്ങൾ നാം ഒരു ദർസിൽ ചെന്നിരുന്നാൽ, ഇന്ന് ചില ആളുകളിൽ നിന്ന് കാണുന്ന ഒരു പ്രശ്നം എന്താണ്? ദീനിന്റെ മജാലിസുകൾ നമുക്ക് ധാരാളം ഉണ്ടാകും. അവിടെ ചെന്നിരിക്കും. എങ്ങനെയാ ചെന്നിരിക്കുക? കയ്യും വീശി ഒന്നുമില്ലാതെ, എഴുതുന്നില്ല, അങ്ങനെ എഴുതുന്ന ഒരു പതിവില്ലാതെ ചെന്നിരിക്കുന്ന ആളുകൾ. അതൊരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ്. ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളെ ഇൽമിനെ അത് നിങ്ങൾ എഴുതിക്കൊണ്ട് സൂക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദീനിന്റെ സദസ്സുകളിലേക്ക് നമ്മൾ വന്നാൽ അത് എഴുതിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഇമാം മിസ്സിയോ അല്ലെങ്കിൽ ദാറഖുത്നിയോ ഒക്കെ ആണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനപ്പാടായി പോകും. അതല്ലാത്തൊരു സാഹചര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനിന്റെ സദസ്സുകളിൽ നാം ചെന്നിരുന്നാൽ അവിടെ അത് എഴുതിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ജാമി അൽ അഖ്ലാഖ് അർ റാവി എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം, കുന്നാ നസ്മഉ മിനൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഇരിക്കുമ്പോൾ പ്രവാചകനിൽ നിന്ന് നാം കാര്യങ്ങൾ കേൾക്കാറുണ്ട്. പ്രവാചകനിൽ നിന്ന് കാര്യങ്ങൾ നാം കേൾക്കും. ഫൈദാ ഖുംനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസ് കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും? തദാകർനാഹു ഫീമാ ബൈനനാ, അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ പരസ്പരം പറയുമായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്കിവിടെ അൽഹംദുലില്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ദർസുകളിലും നിങ്ങൾ ഇരിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. അവിടെ നിങ്ങൾ നിർത്തരുത്, മറിച്ച് നിങ്ങൾ മുറാജഅ ചെയ്യുന്ന ഒരു പതിവുണ്ടാക്കുക. നിങ്ങൾ പരസ്പരം കൂടിയിരുന്ന് അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ദിവസം തീരുമാനിക്കുക, ഇന്ന ദിവസത്തിൽ നമുക്ക് മഗ്‌രിബിന് നമുക്ക് എല്ലാവർക്കും കൂടിയിരിക്കാം. എന്നിട്ട് നിങ്ങൾ അത് മുറാജഅ ചെയ്യുക. ഒരു പക്ഷേ ദർസിലിരിക്കുമ്പോൾ 5 ആളുകൾ ഒന്നിച്ചിരുന്നാൽ അതിലൊരാള് ഒരു കാര്യം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവണമെന്നില്ല, ബാക്കിയുള്ള ആളുകൾ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ പലർക്കും പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഒന്നിച്ചിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പരസ്പരം കൈമാറുക. അള്ളാഹുവിന് വേണ്ടി ഈ രൂപത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കുക, ദീനിന്റെ വിഷയങ്ങൾ പരസ്പരം കൈമാറുക. ഇതൊക്കെ നമ്മുടെ മുൻഗാമികൾ ചെയ്തിരുന്ന കാര്യമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, ഫൈദാ ഖുംനാ തദാകർനാഹു ഫീമാ ബൈനനാ, പ്രവാചകനിൽ നിന്ന് കേട്ട കാര്യങ്ങൾ നാം മുറാജഅ ചെയ്യാറുണ്ടായിരുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് നൽകാറുള്ള നസീഹത്ത് ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായി കാണാം, ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇദാ സമിഅ്തും മിന്നി ഹദീഥ, നിങ്ങൾ എന്റെ ദർസിലിരുന്ന് ഒരു കാര്യം കേട്ടാൽ ഫതദാകറൂഹു ഫീമാ ബൈനക്കും, അത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ മുറാജഅ ചെയ്യുക. നമ്മൾ പൊതുവെ പറയാറില്ലേ, നമ്മൾ മൻഹജുസ് സലഫിന്റെ ആളുകളാണ്, സലഫുസ് സാലിഹീങ്ങളെ പിൻപറ്റുന്നവരാണ്. ഇതാണ് അവരുടെ മാതൃക. ഇന്ന് ചില ആളുകൾ ദർസിന് വന്നിരുന്ന അവരുടെ അവസ്ഥ എന്താണ്? ദർസിന് വരും, ഒരു പക്ഷെ എഴുതുന്നവരായിരിക്കും, പിന്നെ ആ നോട്ട് അവിടെ പൂട്ടിവെക്കും, പിന്നെ അത് തുറക്കുന്ന എപ്പോഴായിരിക്കും? അടുത്ത ദർസിന് വരുമ്പോൾ. അത് കാര്യമില്ല. പഠിക്കുന്ന ഇൽമു മുറാജഅ ചെയ്യണം. അത് സഹാബത്തിന്റെ മാതൃകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെയ്യാറുള്ളത് പോലെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. പഠിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക, അത് പിന്നീട് മുറാജഅ ചെയ്യാൻ, മുദാക്കറ ചെയ്യാൻ ഒരവസരം നാം കണ്ടെത്തുകയും ചെയ്യുക. 5ാമത്തെ കാര്യം, കഴിവിന്റെ പരമാവധി സമയം ഉപയോഗപ്പെടുത്തുക. ദീന് പഠിക്കാൻ, ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ നമുക്ക് അവസരങ്ങൾ നൽകിയാൽ ആ സമയങ്ങൾ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. ഖാദി അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് പറയാറുണ്ട്, നിങ്ങൾ ഇൽമിന് വേണ്ടി നിങ്ങളുടെ സമയമെല്ലാം നൽകിയാലാണ് ഇൽമു കുറച്ചെങ്കിലും നിങ്ങൾക്ക് നൽകുകയുള്ളൂ. ഇൽമിന് വേണ്ടി നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക. അതിവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഒഴിവ് സമയം എല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന സമയങ്ങൾ വന്ന് 1-2 ദർശനിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നു. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാക്കി വെക്കുക. എന്ത് തിരക്കുണ്ടായാലും ഞാൻ ഇൽമിന്റെ മജ്‌ലിസിൽ പോകും, എന്ത് തിരക്കുണ്ടായാലും ഞാൻ പഠിക്കും. കാരണം ഇത് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വിഷയമാണ്, പരലോകത്ത് നമ്മെ വിജയിപ്പിക്കാനുള്ള സബബാണ്. അതുകൊണ്ട് ഇൽമിന്റെ മജാലിസുകൾ പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്.
ആ സൗകര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇൽമിന്റെ മജ്‌ലിസിൽ നിർബന്ധമായി നിങ്ങൾ പങ്കെടുക്കുക. ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ അത് ബിഇദ്നില്ലാ നമുക്ക് വലിയ ഉപകാരമുള്ള കാര്യമായി തീരും. നമ്മൾ ഇൽമു പഠിക്കാൻ ഖതീബ് അൽ-ബഗ്ദാദി റഹിമഹുള്ളയുടെ ചില സംസാരങ്ങൾ ഇബ്നു ജമാഅ അദ്ദേഹത്തിന്റെ തദ്കിറത്തുസ് സാമി എന്ന കിതാബിൽ ഉദ്ധരിച്ചതായി കാണാം. യഥാർത്ഥത്തിൽ ഇൽമു പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അദ്ദേഹം പറയുന്നു, ലാ യനാലു ഹാദൽ ഇൽമ ഇല്ലാ മൻ അത്തല ദുക്കാന. ഇൽമു പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരു പക്ഷെ അവരുടെ കടകൾ ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ കടകൾ ചില ദിവസങ്ങളിൽ അടയ്ക്കേണ്ടി വരും. വഖറബ ബുസ്താന, അവന്റെ വീട്ടിൽ എന്തെങ്കിലും തോട്ടങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ അവൻ നഷ്ടപ്പെടുത്തേണ്ടി വരും. വഹജറ ഇഖ്വാന, അവന്റെ ചില സഹോദരങ്ങളുമായി അവൻ ബന്ധം ഒഴിവാക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ എന്നും അവരുടെ കൂടെ ഇരിക്കാൻ സാധിക്കണമെന്നില്ല. വമാത അഖറബു അഹ്ലി ഫലം യശ്ഹദ് ജനാസത, ഒരു പക്ഷെ അവന്റെ കുടുംബത്തിൽ അടുത്ത ആളുകൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്, അതിൽ അവന് പങ്കെടുക്കാൻ സാധിക്കണമെന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഇൽമ നേടിയെടുക്കാൻ വേണ്ടതുപോലെ സാധിക്കുകയുള്ളൂ എന്ന് ഖതീബ് അൽ-ബഗ്ദാദി റഹിമഹുള്ള പറയുന്നു. ഇതിനെ തഅലീഖ് ചെയ്തുകൊണ്ട് ഇബ്നു ജമാഅ റഹിമഹുള്ള പറയുന്നതായി കാണാം. ഈ സംസാരത്തിൽ ഖതീബ് അൽ-ബഗ്ദാദി റഹിമഹുള്ള കുറച്ച് അധികരിപ്പിച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിലും, മുബാലഗയോടുകൂടി പറഞ്ഞുവെങ്കിലും ഈ ഒരു ആശയം ശരിയാണ്. ഈ രൂപത്തിൽ നമ്മുടെ ഭൗതികമായ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇൽമിന് നമ്മൾ കഴിവിന്റെ പരമാവധി സമയം കൊടുത്താൽ മാത്രമാണ് ഇൽമ നേടിയെടുക്കാൻ സാധിക്കുക എന്ന് ഖതീബ് അൽ-ബഗ്ദാദി റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമിന് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് സമയങ്ങൾ ഇൽമിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് ഇൽമിന് വേണ്ടി ഒരു സമയം കണ്ടെത്തുക. ദർസുള്ള ദിവസങ്ങൾ നിങ്ങൾ ആ ദർസുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. അവിടെ ചെന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മുൻഗാമികളുടെ മാതൃക അതായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക്. അദ്ദേഹം പറയുന്നു, ഞാനും എന്റെ അൻസാരിയായ എന്റെ അയൽവാസിയും ഞങ്ങൾ പരസ്പരം ഒരു തീരുമാനമെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഞാൻ ഇന്ന് പോയി ദർസ് കേൾക്കും, ഹദീസുകൾ കേൾക്കും. അന്നേ ദിവസം എന്റെ അൻസാരിയായ അയൽവാസി ജോലിക്ക് പോകും. ഞാൻ ഹദീസ് കേട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്റെ അയൽവാസിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്ന് എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന്. പിറ്റേ ദിവസം അദ്ദേഹം പ്രവാചകന്റെ സദസ്സിലേക്ക് പോകും, ഞാൻ ജോലിക്ക് പോകും. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ സഹാബി അല്ലെങ്കിൽ ആ അൻസാരിയായ എന്റെ അയൽവാസി എനിക്ക് പറഞ്ഞു തരും എന്തൊക്കെ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന്. ഈ രൂപത്തിൽ അവർ പരസ്പരം ഒരു ഇൽമിന്റെ മജ്‌ലിസ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇതാരാണ്? ഉമറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്. ആ ഉമറിന്റെ ജീവിത ചരിത്രമാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, നമ്മൾ ചില ആളുകൾ സ്ഥിരമായി ദർശനം വരും, അതിനിടയിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കൂടലുണ്ട്, ഒരു ഹോട്ടലിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണം, അത് കാരണത്താൽ നമ്മൾ ദർശനം ഒഴിവാക്കും. ഇനി ഈ ദർശനം നമ്മൾ ഒഴിവാക്കിയാലോ പിറ്റേ ദിവസം നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ദർസിൽ പങ്കെടുത്ത സഹോദരങ്ങളോട് ഇന്നലെ എന്തൊക്കെയാണ് ഉസ്താദ് പഠിപ്പിച്ചു തന്നത്, ഇന്നലെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചു തന്നത്, ആ ഫവായിദുകൾ എനിക്കൊന്ന് പറഞ്ഞുതാ എന്ന രൂപത്തിൽ ആ ഇൽമിന്റെ പ്രാധാന്യം കണ്ടുകൊണ്ട് ഇത് സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന മാർഗമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശമാണ് എന്ന ബോധ്യത്തിൽ ആ ഇൽമിനെ സമീപിക്കാൻ എത്ര ആളുകൾക്ക് നമ്മുടെ കൂട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ നമ്മുടെ സമയത്തെ നാം ഉപയോഗപ്പെടുത്തുക. ദീനിന്റെ മജാലിസുകൾ ഒരു കാരണവശാലും ഒഴിവാക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ മുദാഖറയുടെ വിഷയം, നേരത്തെ നമ്മൾ പറഞ്ഞ മുദാഖറ മുറാജഅയുടെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അതിനെ നമുക്ക് സഹായിക്കുന്ന മുൻഗാമികളുടെ ചില നിർദ്ദേശങ്ങൾ കാണാം. ഉദാഹരണത്തിന്, നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും നിങ്ങളോട് ഉസ്താദ് മനപ്പാടാക്കാൻ വേണ്ടി പറഞ്ഞു, ഹിഫ്ള് ചെയ്യാൻ പറഞ്ഞു. ഖതീബ് അൽ-ബഗ്ദാദി റഹിമഹുള്ള പറയുന്നു, ഹിഫ്ള് ചെയ്യാൻ ഏറ്റവും നല്ല സമയം അസ്ഹാറാണ്, ഫജറിന് മുമ്പുള്ള സമയമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനപ്പാടാക്കാനുണ്ട്, ഉസ്താദ് നിങ്ങളോട് പറയുന്നു ഇന്ന് ഹദീസ് മനപ്പാടാക്കിയിട്ട് വരണം, തഹജ്ജുദിന്റെ സമയം എഴുന്നേൽക്കുക, ഫജറിന് മുമ്പ് എഴുന്നേൽക്കുക, നിങ്ങൾ അതിനുശേഷം ഇത് മനപ്പാടാക്കുക. അതുപോലെ നിങ്ങൾ മുദാഖറ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, ഖതീബ് അൽ-ബഗ്ദാദി റഹിമഹുള്ള പറയുന്നു മുദാഖറക്ക് ഏറ്റവും നല്ല സമയം മഗ്രിബിന് ശേഷമാണ്, അല്ലെങ്കിൽ രാത്രി സമയങ്ങളാണ്. ആ സമയങ്ങൾ നിങ്ങൾ മുദാഖറക്ക് മാറ്റിവെക്കുക. ഈ രൂപത്തിലൊക്കെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ്? അത്രയും അധികം പ്രാധാന്യമുള്ള വിഷയമാണിത്. അവരിതിന് സമയമടക്കം നമുക്ക് നിശ്ചയിച്ച് പറഞ്ഞു തന്നതിന്റെ ഉദ്ദേശം അത്രയും അധികം പ്രാധാന്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക. അവസാനമായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇൽമിൽ നമ്മെ സഹായിക്കുന്ന മറ്റു മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ഈ പറഞ്ഞ ദർസുകൾക്ക് ഇരിക്കുന്നതോടൊപ്പം നമ്മൾ സ്വീകരിക്കേണ്ട മറ്റൊന്ന് രണ്ട് മാർഗങ്ങളാണ്. ഒന്നാമത്തെ ദുആ ചെയ്യുക. നന്നായി നമ്മൾ ദുആ ചെയ്യുക. ഒരു പക്ഷെ നമ്മൾ ആഴ്ചയിൽ 4 ദർസുകൾക്ക് 5 ദർസുകൾക്ക് ഇരിക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മുടെ ഇൽമ കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകാരം ഉണ്ടാവണമെന്നില്ല.
അങ്ങനെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്, എല്ലാവരും ചെയ്യണം, പക്ഷെ അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ നോക്കിയാൽ 3 രൂപത്തിലുള്ള ദുആകൾ അല്ലെങ്കിൽ 2 രൂപത്തിലുള്ള ദുആകൾ കാണാൻ സാധിക്കും. ഒന്ന്, പ്രവാചകൻ നിരന്തരമായി അവിടുത്തെ ഇൽമ് വർദ്ധിപ്പിച്ചു നൽകാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന് ശേഷം നടത്താറുള്ള ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹു എനിക്ക് ഇൽമ് ഉപകാരപ്രദമായ അറിവ് നൽകാൻ. അതുപോലെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, പ്രവാചകരെ പറയുക വഖുർ റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു നൽകണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിൽ വർധനമുണ്ടാകാൻ ദുആ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന മറ്റു ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, നൽകപ്പെട്ടിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിക്കാറുണ്ട്. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ദുആ കൊണ്ട് നടക്കണം. എപ്പോഴും റബ്ബിനോട് കൂടുതൽ ഇൽമ ചോദിക്കുക, നമുക്കുള്ള ഇൽമ് അത് ഉപകാരപ്രദമായ അറിവാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. ഇതൊക്കെ ദുആ ചെയ്യുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രമാത്രം ദുആ ചെയ്യണം. ലഭിച്ചിരിക്കുന്ന ഇൽമ് അത് ഉപകാരപ്രദമായില്ല എങ്കിൽ അതുകൊണ്ടുള്ള ശർറ് എത്രമാത്രം വലുതാണ്, എത്രമാത്രം വലുതാണ്. ഇതൊരു പക്ഷേ പരലോകത്ത് നമുക്കെതിരായി സാക്ഷി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൽമ് ഉപകാരപ്രദമാകാൻ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇൽമിൽ വർധനവിനും ദുആ ചെയ്യുക, ലഭിച്ചിരിക്കുന്ന ഇൽമ് ഉപകാരപ്രദമാകാനും ദുആ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഇന്ന് ശർഈയായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന മാർഗങ്ങൾ, ദുആ സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ, സംസം വെള്ളം കുടിച്ച് ദുആ ചെയ്യുന്നത് പോലുള്ള വിഷയങ്ങൾ നമ്മൾ സ്വീകരിക്കുക. നിങ്ങൾ സ്ഥിരമായി ദർസുകൾക്ക് ഇരിക്കുന്നവരായിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടാകും. ഇപ്പോൾ ഉസ്താദ് ദർസിൽ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഷെയ്ഖിന്റെ ദർസിൽ പോയി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അവിടെ നിങ്ങൾക്കൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട, നമ്മുടെ മുൻഗാമികളിൽ പലരും സ്വീകരിച്ച മാർഗമാണ് സംസം വെള്ളം കുടിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ചരിത്രത്തിൽ കാണാം, സുയൂത്തി പറയുന്നത് പോലെ അദ്ദേഹം സംസം വെള്ളം കുടിച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ അദ്ദേഹത്തിന് ദഹബിക്ക് മനഃപ്പാടമാക്കാൻ കഴിവുള്ളതുപോലെ എനിക്ക് നീ കഴിവ് നൽകണം. ഹാഫിദ് സുയൂത്തി പറയുന്നു, ദഹബിയേക്കാളും കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാഫിദ് ഇബ്നു ഹജറിന് നൽകി. അതുപോലെ തന്നെ അനേകം പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ, അതുപോലെ ഇമാം ഹാക്കിം, ഖതീബ് അൽ ബഗ്ദാദി, ഇബ്നു അൽ അറബി അൽ മാലിക്കി, ഇങ്ങനെ പല പണ്ഡിതന്മാരും അവരുടെ ജീവിതത്തിൽ സംസം വെള്ളം കുടിച്ചുകൊണ്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് അൽഹംദുലില്ലാഹ് ആ മാർഗം സ്വീകരിക്കാവുന്നതാണ്. അപ്രകാരം തന്നെ നമ്മുടെ മുൻഗാമികളുടെ അധ്യാപനങ്ങളിൽ കാണാം, പഠനത്തിന് സഹായിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്, അത് നമ്മൾ കഴിക്കുക. ഉണക്കമുന്തിരി പോലെ ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാ പറയുന്നതായി കാണാം, പകൽ സമയങ്ങളിൽ ഉണക്കമുന്തിരി കഴിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, മുൻഗാമികൾ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അത് ഓർമ്മശക്തിയെ സഹായിക്കുമെന്നുള്ള പ്രയോഗങ്ങൾ അവരിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രൂപത്തിൽ ഭൗതികമായ അസ്ബാബുകളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഹദീസുകളിലും നുസൂസുകളിലും വന്നിരിക്കുന്ന മറ്റ് അസ്ബാബുകളാണെങ്കിലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം. നിയ്യത്ത് നന്നാക്കുക, മനസ്സ് ശുദ്ധീകരിക്കുക, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുകയും പിന്നീട് അത് മുറാജഅ ചെയ്യുകയും ചെയ്യുക. ഈ രൂപത്തിൽ നമ്മുടെ ഇൽമിനെ എപ്പോഴും അതുമായി ഒരു ബന്ധമുള്ള ആളുകളായി നമ്മൾ മാറണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കണം. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ദർസിന് വരും, പുസ്തകമായിട്ട് വരും, ചില കാര്യങ്ങൾ എഴുതിയെടുക്കും, ആ പുസ്തകം കാറിൽ വെക്കും, അടുത്ത ദിവസം ദർസിൽ വരും, അടുത്ത ക്ലാസ്സിൽ എന്താണ് ഉസ്താദ് പറയുന്നത് നമ്മൾ എഴുതിയെടുക്കും. അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളായി നമ്മളൊരു കാരണവശാലും മാറാൻ പാടില്ല. ഇത് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൽ പലതും ഇബ്നു ജമാഅ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തദ്കിറത്തു സാമിഇൽ സൂചിപ്പിച്ച വിഷയങ്ങളാണ്. ഇത് ഒരു മുതഅല്ലിം, ഒരു പഠിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഭാഗങ്ങളായിട്ട് പറയാം. ഒന്നാമത്തേത് ഇതാണ്, മുതഅല്ലിം ജീവിതത്തിൽ പാലിക്കേണ്ട ആദാബുകൾ. രണ്ടാമത്തേത് നമ്മുടെ ഉസ്താദിനോട് നാം പാലിക്കേണ്ട മര്യാദകൾ. മശായിഖന്മാരോട്, ഉസ്താദ്മാരുടെ ദർസിൽ നമ്മൾ ഇരിക്കുമ്പോൾ, പണ്ഡിതന്മാരുടെ ദർസിൽ നാം ഇരിക്കുമ്പോൾ, തുലാബുകളുടെ ദർസിൽ നാം ഇരിക്കുമ്പോൾ പാലിക്കേണ്ട ബാധ്യതകളാണ്. അതിലൊന്നാമത്തേത്, ഒരു ദർസ് നാം തെരഞ്ഞെടുക്കുമ്പോൾ, ഒരു താലിബിന്റേതാകട്ടെ ഒരു പണ്ഡിതന്റേതാകട്ടെ ദർസ് നാം തെരഞ്ഞെടുക്കുമ്പോൾ ആരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകാം. ഇബ്നു സീരീൻ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, ഇന്ന ഹാദൽ ഇൽമ ദീൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും. ഈ ദീൻ അത് അല്ലെങ്കിൽ ഈ ഇൽമ് അത് ദീനിന്റെ ഭാഗമാണ്. ആരിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നു എന്ന് നിങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ബിദ്അത്തിന്റെ ആളുകൾ ഉണ്ടാകും,
ഹവയുടെ ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന ഹിസ്ബികളുടെ ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളുടെ ദർസുകളിൽ നാം പോകാൻ പാടില്ല. അതൊരിക്കലും അവരോട് എന്തെങ്കിലും വ്യക്തിപരമായി ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് ദീനിന്റെ വിഷയം എന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ആരിൽ നിന്നും കേട്ട് ആരിൽ നിന്നും പഠിക്കാൻ പാടില്ല, മറിച്ച് പഠിക്കുന്നത് അഹ്ലുസുന്നയിൽ നിന്നായിരിക്കണം. ഇതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ ഏത് ദർസിൽ പോകുമ്പോഴാണെങ്കിലും ഒരു ദർസിന്റെ പോസ്റ്റർ കണ്ടു ഉടനെ അവിടേക്ക് പോകുകയല്ല. ആ ദർസിലേക്ക് പോകുന്നതിന് മുമ്പ് ആരുടെ ദർസാണ് നാം കേൾക്കുന്നത്? അഹ്ലുസുന്നയിൽ പെട്ടവരാണെങ്കിൽ അവരുടെ ദർസ് നാം കേൾക്കാം. ബിദ്അത്തിന്റെ ആളുകളാണെങ്കിൽ, ഹിസ്ബിയത്തിന്റെ ആളുകളാണെങ്കിൽ, സംഘടനയുടെ പേരിൽ വലാഉം ബറാഉം സ്ഥാപിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ദർസുകളിൽ ഇരിക്കാൻ പാടില്ല. അതൊരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞു അവരോട് ഭൗതികമായി എന്തെങ്കിലും നമുക്കൊരു ദേഷ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് ദീനിന്റെ ഇൽമ് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സ്വീകരിക്കാൻ അവർ അർഹരല്ല. അവരെ ഒഴിവാക്കുക എന്നുള്ളത് മുൻഗാമികളുടെ മാർഗമാണ്. അതുകൊണ്ട് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇന്ന ഹാദൽ ഇൽമ ദീൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും. ആരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുന്നു എന്നുള്ളത് നാം എപ്പോഴും ശ്രദ്ധിക്കുക. ഇൽമു സ്വീകരിക്കുക എന്ന് പറയുന്നത് കേവലം ദർസിൽ നേരിട്ട് പോയിരിക്കുമ്പോഴല്ല. നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരാളുടെ ദർസ് കണ്ടു, അത് കേൾക്കുന്നു, അയാൾ ആരാണെന്ന് നമുക്കറിയില്ല, കേൾക്കാൻ പാടില്ല. മറിച്ച് കേൾക്കുന്ന അഹ്ലുസുന്നയിൽ നിന്നായിരിക്കണം. കേൾക്കുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും ബഹുമാനിക്കുന്നവരിൽ നിന്നായിരിക്കണം, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവരിൽ നിന്നായിരിക്കണം. അതല്ലാത്ത ആളുകളിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതൊരിക്കലും അഹ്ലുസുന്നയുടെ രീതിയല്ല. അങ്ങനെയുള്ള ആളുകളുമായി ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതി. അതുകൊണ്ട് ഏത് ഷെയ്ഖിനെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി അഹ്ലുസുന്നയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ദർസിൽ ഇരിക്കാനും അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനും നാം കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന മാർഗമാണ്. അതിന് നമുക്ക് ലഭിക്കുന്ന മാർഗങ്ങൾ നാം ഉപയോഗപ്പെടുത്തുക. ഇബ്നു ജമാഅത്ത് അൽ കിനാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തദ്കിറത്തുസ് സാമിഇൽ പറഞ്ഞതായി കാണാം, ചില ആളുകളൊക്കെ ചെയ്യുന്നത് എന്താണ്, പ്രസിദ്ധരായ ആളുകളുടെ ദർസുകളിൽ മാത്രം ചെന്നിരിക്കും. ഒരു ആലിം അദ്ദേഹം വലിയ പ്രസിദ്ധനായിരിക്കും, മറ്റൊരു ആലിം അദ്ദേഹം പ്രസിദ്ധനാകണമെന്നില്ല. ഇബ്നു ജമാഅ റഹിമഹുല്ലാഹ് പറഞ്ഞു, ആ ഒരു രീതിയെ നിങ്ങൾ സൂക്ഷിക്കുക. പ്രസിദ്ധി കൊണ്ട് ഒരാൾ അയാളുടെ അരികിൽ പോയി നമ്മൾ ഇരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഇൽമുള്ള വ്യക്തിയാണെങ്കിൽ, അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ ദർസുകളിൽ നാം ഇരിക്കുക. ഒരിക്കലും പ്രസിദ്ധി കണ്ട് നിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല എന്ന് ഇബ്നു ജമാഅ റഹിമഹുല്ലാഹ് നസീഹത്ത് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവരുടെ അരികിൽ ദർസിന് വരുന്നത് ഒരാളാണെങ്കിലും അയാളുടെ അരികിൽ നമ്മൾ പോയിട്ടിരിക്കുക, അദ്ദേഹത്തിൽ നമ്മൾ പഠിക്കുക. മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുല്ലയുടെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ അദ്ദേഹത്തിന്റെ ദർസിൽ പലപ്പോഴും ഒരാൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത്, ഒരാൾ മാത്രം ഇരിക്കും, പക്ഷെ അദ്ദേഹം ദർസെടുക്കുമായിരുന്നു. ഈ രൂപത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണെങ്കിൽ അവരുടെ ദർസുകളിൽ നാം നിരന്തരം ഇരിക്കാനും അവരിൽ നിന്ന് പഠിക്കാനും നാം ശ്രമിക്കുക. ഒരിക്കലും പ്രസിദ്ധിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വിലയിരുത്താൻ പാടില്ല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅ പൊതുവെ സ്വീകരിക്കുന്ന ശൈലിയിൽപ്പെട്ടതല്ല. അതുപോലെ തന്നെ ഇൽമു പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മശായിഖന്മാരിൽ നിന്ന്, ഇൽമു പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് ദീൻ പഠിക്കുക. അതല്ലാതെ നമ്മൾക്ക് ഇന്ന് പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണ്, ചില ആളുകളൊക്കെ ചോദ്യങ്ങളൊക്കെ അയക്കുമ്പോൾ അവർ പറയും, ഞാൻ ഗൂഗിളിൽ നോക്കിയിരുന്നു, ഇങ്ങനെയാണ് കണ്ടത്. അത് ശരിയാണ്. അങ്ങനെ എവിടെ നിന്നെങ്കിലും ഇൽമു സ്വീകരിക്കാനുള്ളതല്ല. അങ്ങനെ എവിടെ നിന്നും നമുക്ക് ഇൽമു സ്വീകരിക്കാൻ പാടില്ല, മറിച്ച് ഇൽമു സ്വീകരിക്കേണ്ടത് അതിന്റെ ആളുകളിൽ നിന്നാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാം, മൻ തഫഖഹ മിൻ ബുതൂനിൽ കുതുബ് ളയ്യ അൽ അഹ്കാം. ആരെങ്കിലും കിതാബുകളിൽ നിന്ന് ദീൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവൻ ദീനിന്റെ വിധിവിലക്കുകളെ നശിപ്പിച്ചവനാണ്. കിതാബുകളിൽ നിന്ന് സ്വന്തമായി നാം എടുക്കുക, നാം എടുത്ത് വായിക്കുക. നമുക്ക് അറബി ഭാഷ നന്നായിട്ട് അറിയില്ല, ഒരുപക്ഷെ എന്തെങ്കിലും ചെറിയ അറബി കിതാബുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, ഒന്ന് രണ്ട് വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടാകും. എന്നിട്ട് നമ്മൾ എന്താ വിചാരിക്കുക, ആ കിതാബിൽ ഇന്ന കാര്യം പറയുന്നത്. ചില ആളുകളൊക്കെ ചില ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചില ആളുകൾ പറയും, ഇന്ന് ഷെയ്ഖിന്റെ ദർസ് കേട്ടു, ഈ ഒരു ഭാഗം മാത്രം മനസ്സിലായില്ല, ബാക്കിയുള്ളതൊക്കെ മനസ്സിലായി. ആ ഒരു ഭാഗത്തായിരിക്കും ആ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി കിടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ നേരിട്ട് ഏതെങ്കിലും ഒരു കിതാബ് വായിച്ച് ഇൽമെടുക്കുക എന്നുള്ളതല്ല, മറിച്ച് വിശ്വസ്തരായ ആളുകളോട് ചോദിക്കുക. അതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം, ഫസ്അലു അഹ്ല ദിക്ർ. അറിവുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുക, അറിവുള്ള ആളുകളോട് ചോദിക്കുക. കിതാബുകൾ വായിച്ച് നമ്മളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പലപ്പോഴും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർഹതയുള്ള ആളുകൾ, പഠിച്ച ആളുകൾ, പണ്ഡിതന്മാർ, വിദ്യാർത്ഥികൾ അവർ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഉസ്താദുമാരോട്, ദീൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാകട്ടെ മശായിഖന്മാരാകട്ടെ, അവരോട് നാം കാണിക്കേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ് അവരെ ബഹുമാനിക്കുക എന്നുള്ളത്.
ഇതൊരു പക്ഷേ നിങ്ങളെക്കാളും ചെറിയ ആളുകളായിരിക്കാം, നിങ്ങളെക്കാളും വലിയ ആളുകളായിരിക്കാം. പക്ഷെ അവർ കൊണ്ടു നടക്കുന്ന ഇൽമ് അതിനൊരു സ്ഥാനമുണ്ട്. ആ ഇൽമിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് അത് പഠിപ്പിക്കുന്ന ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിന്റെ ഉസ്താദ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കാണുമ്പോൾ പലപ്പോഴും സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തെ അദ്ദേഹം നയിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. ഇത് കണ്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, താങ്കൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. തറഹ യ ഇബ്നു അമ്മി റസൂലില്ലാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ്. എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണു പിടിച്ച് നടക്കേണ്ടവനല്ല താങ്കൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാകദാ ഉമിർനാ അൻ നഫഅല ബിഉലമാഇനാ, ഇങ്ങനെ നമ്മുടെ ഉലമാക്കളെ ബഹുമാനിക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബൈഹഖിയും ഇബ്നു അസാകിറും ഒക്കെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അറിവുള്ള ആളുകളെ അവരെ നമ്മൾ ബഹുമാനിക്കണം. അത് അറിവിനോടുള്ള ബഹുമാനമാണ്. അത് സഹാബത്തിന്റെ ചര്യയാണ്. നിങ്ങൾ നോക്കൂ, ഇബ്നു അബ്ബാസ് സഹാബിയാണ്, ഉന്നതരായ സഹാബികളിൽപ്പെട്ടവരാണ്. ആ ഇബ്നു അബ്ബാസ് ആണ് മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഈ രൂപത്തിൽ ബഹുമാനിക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ഹാകദാ ഉമിർനാ അൻ നഫഅല ബിഉലമാഇനാ, നമ്മുടെ പണ്ഡിതന്മാരെ ഇങ്ങനെ ബഹുമാനിക്കാൻ, ഈ രൂപത്തിൽ അവരോട് സഹവസിക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. കേവലം അവരുടെ മുന്നിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, അവരെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ വരെ ബഹുമാനത്തോടുകൂടി സംസാരിക്കുക എന്നുള്ളത് സലഫുസ് സാലിഹീങ്ങളുടെ മാതൃകയിൽപ്പെട്ടതാണ്. ഇത് പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങളിവിടെ സ്ഥിരമായി ദർസുകൾക്ക് ഇരിക്കുമ്പോൾ ദർസ് എടുക്കുന്നവർ അവരെ നിങ്ങൾ ബഹുമാനിക്കുക. അവരോടുള്ള സംസാരം അവരെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുക. ഇത് സലഫുസ് സാലിഹീങ്ങളുടെ രീതിയിൽപ്പെട്ടതാണ്. അത് ഇൽമിനോടുള്ള ബഹുമാനമാണ്. അത് നാം പാലിക്കാൻ എന്തായാലും ശ്രമിക്കണം. ഇബ്നു ജമാഅ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, അവരുടെ അഭാവത്തിൽ അവരെ കുറിച്ച് സംസാരിക്കുമ്പോഴും ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കേണ്ടത്. അവരെ ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള സംസാരം പാടില്ല. കാരണം അവർ ഇൽമു കൊണ്ട് നടക്കുന്നവരാണ്, അവർ ഇൽമിന്റെ വാഹകരാണ്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശം കൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നാം നിസ്സാരമായി കാണാൻ പാടില്ല. ഇബ്നു അബ്ബാസിന്റെ വാക്ക് നിങ്ങൾ നോക്കൂ. ഇബ്നു അബ്ബാസ് പറഞ്ഞ വാക്ക് എന്താണ്? ഇങ്ങനെയാണ് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടം ഇതാണെന്നല്ല, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണെന്നല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന ഇതാണ്, നിർദ്ദേശം ഇതാണ്, നിർബന്ധമായും ചെയ്തിരിക്കണം. നമ്മുടെ ഉസ്താദുമാരെ, ഇൽമു പഠിപ്പിക്കുന്ന ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത് സഹാബത്തിന്റെ മാതൃകയായി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് ദീനി സദസ്സുകളിൽ ഇരിക്കുമ്പോൾ അതിനൊരു മര്യാദയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഇബാദത്താണ്. നിസ്കാരം നിങ്ങൾ നിർവഹിക്കുന്നത് പോലെ, നോമ്പ് നിങ്ങൾ നിർവഹിക്കുന്നത് പോലെ, വാജിബായ ചെലവുകൾ നിങ്ങൾ നൽകുന്നത് പോലെ നിങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ഈ ഇബാദത്ത് നിർവഹിക്കുക എന്നുള്ളത്. ആ ഇബാദത്തിന് ഒരു രീതിയുണ്ട്. നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മൾ പറയാറില്ലേ, ഫഹ്മുസ് സലഫ് നമ്മൾ എടുക്കണം, മുൻഗാമികൾ എങ്ങനെ ചെയ്തു അത് നമ്മൾ സ്വീകരിക്കണം. അത് ഇൽമിന്റെ മാർഗത്തിൽ അത് നമുക്കുണ്ടാകണം. തോന്നുന്ന രൂപത്തിൽ വന്ന് ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുക, തോന്നുന്ന രൂപത്തിൽ ഉസ്താദ്മാരോട് പെരുമാറുക, തോന്നുന്ന രൂപത്തിൽ ഇൽമിനെ നമ്മൾ കൈകാര്യം ചെയ്യുക, അതൊരിക്കലും അള്ളാഹുവിന്റെ ദീനിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതല്ല. അതുപോലെ ദീനി മജാലിസുകളിൽ പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു മജ്ലിസ് നിങ്ങൾക്ക് സംഘടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാനിത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആഴ്ചകളിൽ ദർസുകൾ നടക്കുന്നുണ്ട്. ഒരു ദർസ് നിങ്ങൾക്ക് അറിയിച്ചു തന്നാൽ, ഇന്ന സമയത്ത് ഒരു ദർസ് ഉണ്ട് എന്ന് കേട്ടാൽ, ആ ദർസിന്റെ സമയത്ത് എത്തുക എന്നുള്ളത്, ഉസ്താദിന് മുമ്പ് തുല്ലാബുകൾ അവിടെ എത്തുക എന്നുള്ളത് ഇൽമിന്റെ സദസ്സുകളുടെ മര്യാദയിൽപ്പെട്ടതാണ്. ഉസ്താദിന് മുമ്പ് തുല്ലാബുകൾ അവിടെ എത്തുക. ഇന്ന് പലപ്പോഴും ചില സ്ഥലങ്ങളിൽ നടക്കുന്നത് എന്താണ്? ഉസ്താദ് വരും, അന്ന് ഒരു 3-4 ആളുകൾ ഉണ്ടാകും, ദർസ് തുടങ്ങുമ്പോഴേക്ക് കുറച്ചധികം ആളുകൾ വരും. ഇതിന് പലപ്പോഴും കാരണം എന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാഹിറായ, ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങൾ വന്നു ചേർന്നു, പ്രശ്നമില്ല. ഒരു ദിവസം വൈകിപ്പോയി, പ്രശ്നമില്ല. ചില ആളുകളുടെ ഭാവം എന്താണ്? 6 മണിക്കാണ് ദർസ്, വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് അരമണിക്കൂർ ഉണ്ടാകും, എന്നാൽ ഒരു 5:45 ഇറങ്ങാം. ഈ രൂപത്തിലാണ് പല ആളുകളുടെയും ചിന്തകൾ. ആ ഒരു ചിന്തയാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ നാം ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശത്തെ ബഹുമാനിച്ചവരാണോ നമ്മൾ? നമ്മുടെ കുടുംബ സ്വത്ത് വീതിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളോട് പറയുന്നു 5 മണിക്ക് അവിടെ എത്തണം, എല്ലാവരും 4:30 അവിടെ എത്തും. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശമാണ് വീതിക്കപ്പെടുന്നത്. നിങ്ങളോട് 6 മണി എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ പല ആളുകളും, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുക 5:45 യാത്ര അരമണിക്കൂർ ഉണ്ടാകും. മനഃപൂർവ്വം വൈകിപ്പിക്കുന്നവർ, അതൊരിക്കലും ഇൽമിന്റെ മജ്ലിസിൽ ചേർന്ന സ്വഭാവമല്ല. ഇൽമിന്റെ മജാലിസുകളിൽ ഉസ്താദിന് മുമ്പ് എത്തുക എന്നുള്ളത് അതിന്റെ മര്യാദയിൽപ്പെട്ടതാണ്.
അതിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. ആ ഒരു അദബ് നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പല പണ്ഡിതന്മാരും അഹ്ലുസുന്നയുടെ പല ഉലമാക്കളും പറയുന്നതായി കാണാം, 10 വർഷം പഠിച്ചുകൊണ്ട് ഉന്നതമായ നിലയിലെത്തി. നമ്മളിൽ പല ആളുകളും 7 വർഷം പഠിച്ചവരുണ്ട്, വർഷങ്ങളായി ദർസുകൾക്ക് ഇരിക്കുന്നവരുണ്ട്. ഒരു അസറും അല്ലെങ്കിൽ അതിന്റെ ഒരു ഉയർച്ചയും പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതിന് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ബറക്കത്തിന് തടസ്സമാകും. ആ ദീനിനെ, ആ ഇൽമിനെ സ്വീകരിക്കേണ്ട രൂപത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതൊരിക്കലും നമ്മൾ നിലനിൽക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ കറകളാണെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുകയില്ല. ആ ദീനിനോടുള്ള, ആ ഇൽമിനോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ് ഒരു സമയം നിശ്ചയിക്കപ്പെട്ടാൽ അവിടെ ഉസ്താദിന് മുമ്പ് നിങ്ങൾ അവിടെ എത്തുക എന്നുള്ളത്. ഉസ്താദിന് മുമ്പ് നിങ്ങൾ ആ മജ്‌ലിസിൽ എത്തുക. അതുപോലെ തന്നെ ഉസ്താദ് എഴുന്നേറ്റതിനു ശേഷം നിങ്ങൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ അനുമതി ചോദിച്ചുകൊണ്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. ഇന്ന് പല ആളുകളും ഈ പറയുന്ന അദാബുകൾ പാലിക്കാത്തവരാണ്. ഇത് ഞാൻ പറയുന്നത് കൊണ്ട് സഹോദരങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഇത് മുൻഗാമികൾ പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യമാണ്. അവരുടെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ അവരെങ്ങനെയാണ് ഇൽമിന്റെ മജാലിസുകളിൽ ഇരുന്നിരുന്നത്. അവരൊരിക്കലും ഈ രൂപത്തിൽ മജാലിസുകളെ അവഗണിക്കുന്ന ഒരു സ്വഭാവം അവരിൽ നിന്നുണ്ടായിരുന്നില്ല. ഉസ്താദ് എത്തുമ്പോഴേക്ക് വിദ്യാർത്ഥികൾ ധാരാളമായി ഇരിക്കും. അതുപോലെ തന്നെ ഇൽമിന്റെ മജാലിസുകളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശബ്ദമുയർത്താതിരിക്കുക. ശബ്ദമുയർത്താതിരിക്കുക ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇന്ന് ചില ആളുകൾ ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ചില ആളുകൾക്ക് കോൾ വരും. ആ കോൾ എടുത്ത് സംസാരിക്കും. ഇവിടെ ആള് ദർസ് എടുക്കുന്നുണ്ടാകും, അവിടെ ഇരിക്കുന്ന ആളുകൾ ഫോൺ എടുത്ത് സംസാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വല്ലാഹി വബില്ലാഹ്, ഇത് എന്നോടുള്ള ബഹുമാനം കാരണത്താലോ എന്നെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പറയുന്നതല്ല, മറിച്ച് ഇൽമിന്റെ മജാലിസുകൾ പാലിക്കേണ്ടതാണ്. ആരുടെ ദർസാണെങ്കിലും എന്റെ ദർസുകളിൽ ഒരു ദർസിൽ ഇരിക്കാത്തവരാണെങ്കിൽ പോലും ഇൽമിന്റെ മജാലിസിൽ പ്രിയപ്പെട്ടവരെ നാം അവിടെ ശബ്ദം ഉയർത്തുക എന്നുള്ളത് ഒരിക്കലും അതിന്റെ മര്യാദയല്ല. നമ്മൾ സദസ്സിൽ ഇങ്ങനെ ഇരിക്കും, ഫോൺ വന്നാൽ ഫോൺ എടുക്കുക, ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ അതിന് റിപ്ലൈ കൊടുക്കുക. നമ്മളൊരു രാജാവിന്റെ സദസ്സിൽ ചെന്നിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളെ പ്രത്യേകമായി അവർ ക്ഷണിച്ചു, നിങ്ങൾ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരത്തിനിടയിൽ നിങ്ങൾ ഫോൺ എടുത്തൊരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കോ? ഇല്ല. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശം നിങ്ങൾ സ്വീകരിക്കാൻ വന്നവരാണെങ്കിൽ അതിന്റെ ഹക്കിൽ നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ബറക്കത്ത് ലഭിക്കൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചിലപ്പോഴൊക്കെ ഇൽമ സ്വീകരിക്കാൻ വേണ്ടി ചില ആളുകളുടെ വീട്ടിലേക്ക് പോകും. അവർ ഉറങ്ങുകയായിരിക്കും, വീട്ടിന്റെ പുറത്ത് കാത്തിരിക്കും. അവരെ ബുദ്ധിമുട്ടിക്കാറില്ല, കാത്തിരിക്കും. അവരെ ഉറക്കൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നത് വരെ അവരവിടെ കാത്തിരിക്കും. അങ്ങനെ ചിലരൊക്കെ പുറത്തേക്ക് വന്നാൽ ഇബ്നു അബ്ബാസിനോട് പറയും, യബ്ന അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമല്ലേ താങ്കൾ എന്തിന് ഇവിടേക്ക് വന്നു? അറിയിച്ചിരുന്നെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മൾ വരുമെന്ന് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് പറയാറുണ്ട്, ഇങ്ങനെയാണ് ഇൽമ സ്വീകരിക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇൽമിന്റെ മുമ്പിൽ ഒരാളോട് മുആമലത്തില്ല. ഇൽമിന്റെ മഹത്വം അവർ മനസ്സിലാക്കി. അബൂ ഹുറൈറ പറഞ്ഞതുപോലെ ഇത് പ്രവാചകന്റെ അനന്തരാവകാശമാണ്. അത് നമുക്ക് ബഹുമാനമുള്ള കാര്യമാണ്. അതിനെ നാം ബഹുമാനിക്കണം. ആ സദസ്സുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശബ്ദമുയർത്തുക എന്നുള്ളത് ഒരിക്കലും മര്യാദയിൽപ്പെട്ടതല്ല. തദ്കിറത്തു സാമിഇൽ ഇബ്നു ജമാഅ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഇമാം മാലിക്കിന്റെ സദസ്സിൽ ഞാൻ ഇരിക്കുമ്പോൾ പുസ്തകത്തിന്റെ പേജുകൾ മറിക്കാൻ ഞാൻ ഭയന്നിരുന്നു. ഹൈബത്തല്ല, ഇമാം മാലിക്കിന് നൽകപ്പെട്ടിരിക്കുന്ന ഹൈബത്ത് കാരണത്താൽ, അദ്ദേഹത്തോടുള്ള ബഹുമാനം കാരണത്താൽ പുസ്തകത്തിന്റെ പേജ് മറിക്കുന്നത് ശബ്ദമുണ്ടാകുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയും. ഇന്ന് അദ്ദേഹത്തിന്റെ പേരുകൾ കേൾക്കുമ്പോൾ, അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ പേരുകൾ കേൾക്കുമ്പോൾ നാം റഹിമഹുല്ലാഹ് എന്നൊക്കെ പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മർത്തബയിലേക്ക് അവർ എത്തിയിരിക്കുന്നത് വെറുതെയല്ല. ഈ അറിവിന് നൽകേണ്ട പ്രാധാന്യം അവർ നൽകി, അതിന് കൊടുക്കേണ്ട സ്ഥാനം അവർ കൊടുത്തു. നമ്മളിൽ പല ആളുകളും ഇന്ന് ചെയ്യുന്നത് പോലെ ഒരിക്കലും ദീനിന്റെ മജാലിസുകളിൽ അലസരായി അവർ ഇരുന്നിരുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് എന്റെ സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാകാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതെങ്കിൽ ഇനി നാം അത് നിർത്തണം. ഇൽമിന്റെ സദസ്സുകളിൽ മൊബൈലുകൾ ഉപയോഗിക്കാൻ പാടില്ല, അനാവശ്യമായ സംസാരങ്ങൾ പാടില്ല. അതൊരിക്കലും ദീനിന്റെ മജാലിസുകളിൽ ചേർന്നതല്ല. അത് പിശാച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ്. എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നു, ക്ലാസ്സിനിടയിൽ ഉമ്മ വിളിച്ചു, നമുക്ക് ചോദിക്കാം, ഒരു കോൾ വന്നിട്ടുണ്ട്, എടുക്കട്ടെ എന്ന രൂപത്തിൽ അദബ് നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. അത് നിർബന്ധമാണ്. റബീഅ ഇബ്നു സുലൈമാൻ അൽ മുറാദി റഹിമഹുല്ലാഹ് പറയുന്നതായി, ഇമാം ഷാഫിഈയുടെ വിദ്യാർത്ഥിയാണ്, അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, ഇമാം ഷാഫിഈ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിറക്ക് വെള്ളം കുടിക്കാൻ എനിക്ക് ഭയമായിരുന്നു. ഇമാം ഷാഫിഈയുടെ മജ്ലിസിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ എനിക്ക് പേടിയായിരുന്നു എന്ന് റബീഅ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. ഇന്നും പല പണ്ഡിതന്മാരും അങ്ങനെയുണ്ട്. ഇന്നും പല പണ്ഡിതന്മാരും പല ഉസ്താദുമാരുടെയും ദർസുകളിൽ നമ്മൾ ഇരുന്നാൽ ചില ഉസ്താദുമാർ പറയും, ഒരു കാരണവശാലും വെള്ളം കുടിക്കാൻ പാടില്ല, അത്യാവശ്യമാണെങ്കിൽ ചോദിക്കുക, അതല്ലാതെ ക്ലാസ്സിൽ കോഫി എടുത്തു വരിക. ഇന്ന് ചില ആളുകൾ ദർസ് എടുക്കുമ്പോൾ അതിനിടയിൽ കോഫി വിതരണം ചെയ്യുക, ചായ വിതരണം ചെയ്യുക, കടികൾ വിതരണം ചെയ്യുക. ഈ തുല്ലാബുകൾക്ക് എങ്ങനെയാണ് ദർസ് ശ്രദ്ധിക്കാൻ സാധിക്കുക? മാ ജഅല അല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി, അല്ലാഹു ഒരാൾക്കും രണ്ട് ഹൃദയം നൽകിയിട്ടില്ല.
ഒരു ഭാഗത്ത് ഇതൊക്കെ വിതരണം ചെയ്യുന്നു, അത് അവിടെ നിന്ന് വാങ്ങിക്കുന്നു, അതിനിടയിൽ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. ഇത് വിതരണം ചെയ്യുമ്പോൾ മൊത്തത്തിൽ ദർസെടുക്കുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്നു. ഇത് പലപ്പോഴും ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധിക്കാതെ വരുന്നു. ഇതൊരിക്കലും ദീനിന്റെ മജാലിസുകളിൽ ചേർന്നതല്ല. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം നോക്കൂ. ഒരു രാജാവിന്റെ അരികിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, ഈ രൂപത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാൽ നിങ്ങൾ പറയും, ഇപ്പൊ അവിടെ കുറച്ചതിന് കുടിക്കാമെന്നൊക്കെ പറയും. പക്ഷെ ദീനിന്റെ സദസ്സുകളിൽ ഇങ്ങനെ ദർസിലിരിക്കുമ്പോൾ ചായ വിതരണം നടക്കുന്നു, കടികൾ കൊടുക്കുന്നു, ആളുകൾ സംസാരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ശബ്ദ കോലാഹലങ്ങൾ ദീനിന്റെ മജാലിസുകളിൽ അതൊരിക്കലും സലഫ് സാലിഹീങ്ങളുടെ മാർഗത്തിൽപ്പെട്ടതല്ല. അബ്ബാസി ഭരണാധികാരിയായ മഹ്ദി അദ്ദേഹത്തിന്റെ മക്കളെ കൂട്ടി ഒരിക്കൽ ഷരീഖ് ഇബ്നു അബ്ദുല്ല അൽ ഖാദി റഹിമഹുള്ളയുടെ മജ്ലിസിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ അവിടെ ആക്കി അദ്ദേഹം പോയി. ഷരീഖ് റഹിമഹുള്ള ദർസെടുക്കാൻ വേണ്ടി ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ അവിടെ ചാരി ഇരുന്നു കൊണ്ട് ഇരിക്കുകയായിരുന്നു. ചാരിയിരിക്കുകയാണ്, ദർസിൽ ചാരിയിരിക്കുന്നു. അങ്ങനെ ഷരീഖ് റഹിമഹുള്ളയോട് ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഗൗനിച്ചതേയില്ല, അയാളിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഷരീഖ് റഹിമഹുള്ളയോട് ചോദിച്ചു, ഭരണാധികാരിയുടെ മക്കളെയാണോ നിങ്ങൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണുന്നത്? ഭരണാധികാരിയുടെ മക്കളാണ് താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എന്നിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ മറുപടി നൽകാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഷരീഖ് റഹിമഹുള്ള പറഞ്ഞു, അൽ ഇൽമു അജൽ, ഇൽമ് എന്ന് പറയുന്നത് അതിനേക്കാളും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ദീനിന്റെ സദസ്സുകളിൽ വന്നിരുന്ന് ഇബ്നു ജമാഅയുടെ തദ്കിറത്തുസ് സാമിഅ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് വായിക്കാൻ പറ്റുമെങ്കിൽ, അതൊരു പക്ഷേ വ്യത്യസ്ത ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കണം. അതിൽ അദ്ദേഹം പറയുന്നത് കാണാം, ഇതെന്റെ വാക്കല്ല, ഇബ്നു ജമാഅ റഹിമഹുള്ള പറയുന്നതായി കാണാം, ദീനിന്റെ മജാലിസുകളിൽ ചാരിയിരിക്കാൻ പാടില്ല. ദീനിന്റെ മജാലിസുകളിൽ, മിർക്കഅകളിൽ, ഈ പറയുന്ന തക്കായകളിലും മറ്റും നിങ്ങൾ ഇങ്ങനെ കൈകൊടുത്ത് അതിലൊക്കെ ആസ്വദിച്ചിരിക്കുക എന്നുള്ളത് ഒരിക്കലും ദീനിന്റെ മജാലിസുകളിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നടുവേദനയുണ്ടെങ്കിൽ, കാലുവേദനയുണ്ടെങ്കിൽ അത് മറ്റൊന്നാണ്. അതല്ലാതെ ഒരു വ്യക്തിക്ക് ഇതൊന്നും പ്രശ്നമില്ല, ദീനിന്റെ മജാലിസുകളിൽ നന്നായി വന്നിരിക്കാൻ വേണ്ടി പറ്റും. എന്നിട്ടും ഇവിടുന്ന് ചില മജ്ലിസുകളിൽ പ്രത്യേകിച്ച് ഉസ്താദ് ഒരു ഭാഗത്ത് നിന്ന് ദർസെടുക്കുന്നുണ്ടാകും, മുമ്പിലൊന്നും ആളുകൾ ഉണ്ടാവില്ല, ഓരോ അറ്റത്ത് പോയി ഓരോരുത്തർ കാല് നീട്ടിയിരിക്കും. ഇതെന്ത് അഥവാണ്? ഇതേത് ദീനി മജാലിസുകളിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? സലഫു സാലിഹീങ്ങളുടെ ഏതെങ്കിലും മജ്ലിസുകളിൽ ഈ രൂപത്തിലാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത്? അതൊരിക്കലും ദീനി മജാലിസുകളിൽ ചേർന്ന മര്യാദയല്ല. അതുകൊണ്ട് ചാരിയിരിക്കുക എന്നുള്ളത് അത് സലഫു സാലിഹീങ്ങൾ എതിർത്ത കാര്യമാണ്, നമ്മുടെ മുൻഗാമികൾ എതിർത്തിരിക്കുന്ന കാര്യമാണ്. ദീനിന്റെ മജാലിസുകൾ ആ ബഹുമാനത്തോടു കൂടി തന്നെ നാം ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഷരീഖ് റഹിമഹുള്ള ആ വിദ്യാർത്ഥിക്ക്, ഭരണാധികാരിയുടെ മകനായിട്ട് പോലും ആ വിദ്യാർത്ഥിക്ക് അദ്ദേഹം മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം എന്തായിരുന്നു? അദ്ദേഹം വന്ന് ചാരിയിരുന്നു, ചോദ്യം ചോദിക്കുന്നു. ഷരീഖ് റഹിമഹുള്ള അയാളെ ഗൗനിച്ചതേയില്ല. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളിൽ പലരും സ്വീകരിച്ചിരിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ദീനി മജാലിസുകളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിനയത്തോടുകൂടി ഇരിക്കുക. വിനയത്തോടുകൂടി ഇരിക്കുക. നാം അറിവ് പഠിക്കാൻ വേണ്ടി വന്നവരാണെന്ന ബോധ്യം നമുക്കുണ്ടാവുക. അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ അരികിൽ നാം ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു തോന്നൽ ഉണ്ടാവുക, നമ്മൾ പഠിക്കാൻ വേണ്ടി വന്നവരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ദലൽതു താലിബ, ഞാൻ അറിവ് പഠിക്കാൻ വേണ്ടി സദസ്സുകളിലും മറ്റും പോകുമ്പോൾ ഞാൻ നിന്ദ്യനായിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ വിനയത്തോടുകൂടി ആ സദസ്സുകളിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഫഅസസ്തു മത്ലൂബ, എന്റെ അരികിലേക്ക് ആളുകൾ ദീൻ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇസ്സത്ത് നൽകിയെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അദ്ദീൻ നവവി റഹിമഹുല്ല അദ്ദേഹത്തിന് അൽ മുജാലസയിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദീനിന്റെ മജാലിസുകളിൽ നാം ഇരുന്നു കഴിഞ്ഞാൽ, അവിടെ വന്നിരുന്നാൽ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലം നീട്ടി ഒരു ഭാഗത്ത് ചാരിയിരിക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന മജാലിസുകൾ, റസൂലിനെ കുറിച്ച് പറയുന്ന മജാലിസുകൾ, അതാണ് ഏറ്റവും വലുത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ദുനിയാവിന് അള്ളാഹുവിങ്കലുള്ള സ്ഥാനം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു ഈ ദുനിയാവിന് നൽകിയിട്ടില്ല, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സുകളിലേക്ക് നാം എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വില നാം മനസ്സിലാക്കുക. ഈ ബഹുമാനത്തിൽ വിനയത്തോടുകൂടി ആ സദസ്സുകളിൽ ഇരിക്കാൻ വേണ്ടിയും നാം ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ദീൻ പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാർ, മശായിഖന്മാർ, തുല്ലാബുകൾ, അവരോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക എന്നുള്ളത്. അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക. ഇവിടെ അൽഹംദുലില്ലാ നിങ്ങൾക്ക് നിരന്തരമായി ദർസുകൾ നടക്കുന്നു. ഈ ദർസെടുക്ക് തരുന്ന ആളുകൾ, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അവർക്ക് വേണ്ടി നന്നായി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്തു തന്നാൽ അയാൾക്ക് നിങ്ങൾ അതിന് പകരം നൽകുക. ഫഇൻ ലം തജിദു മാ തുകാഫിഉ ഫദ്ഉ ലഹു, നിങ്ങൾക്ക് അതിന് പകരം നൽകാനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. ഹത്താ തറൗ അന്നകും ഖദ് കാഫഅതുമു,
നിങ്ങൾ ഏതുവരെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം? ഒരു തവണ ദുആ ചെയ്താൽ മതിയോ? 2 തവണയാണോ ദുആ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്ക് തോന്നണം നിങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു തന്നതിന്റെ തുല്യമായി, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന നന്മക്ക് തുല്യമായി, അത് പഠിപ്പിക്കലാവട്ടെ ഏത് നന്മകളാവട്ടെ, അദ്ദേഹം ചെയ്തു തന്നിരിക്കുന്ന നന്മകൾക്ക് തുല്യമായി നിങ്ങൾ ദുആ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വരെ നിങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അത് ഇൽമിന്റെ മജാലിസുകളിൽ ഉസ്താദുമാരോട് നമുക്കുണ്ടാകേണ്ട ഒരു സമീപനമാണ്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അതുപോലെ തന്നെ ചില ആധാറുകളിൽ വന്നതുപോലെ അവരോട് നാം ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയുക. ഒരു ദർസ് കഴിഞ്ഞാൽ ഉസ്താദിനോട് പറയുക ജസാക്കല്ലാഹു ഖൈറൻ. കാരണം അയാൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്താണ്? സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമാണ്. ഒരു പക്ഷേ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അവരോട് പറയും ജസാക്കല്ലാഹു ഖൈറൻ, ഭൗതികമായ എന്തെങ്കിലും കാരണത്താൽ. പക്ഷേ പരലോകത്ത് സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു കാര്യം ഒരാൾ പറഞ്ഞു തന്നാൽ അയാളോട് നിങ്ങൾ ഇത് പറയണം, ജസാക്കല്ലാഹു ഖൈറൻ എന്ന് അങ്ങനെയുള്ള ആളുകളോട് പറയുക. അതുപോലെ തന്നെ ഇൽമിന്റെ മജാലിസുകളിൽ നാം പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. മുആദ് ഇബ്നു സഅദ് അൽ-അഅ്വർ റഹിമഹുല്ലാഹ് പറയുന്നു, കുന്തു ജാലിസൻ ഇൻദ അതാ ഇബ്നു അബി റബാഹ്. ഞാൻ ഒരിക്കൽ അതാ ഇബ്നു അബി റബാഹിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. ആരാണ് അതാ? ഇബ്നു അബ്ബാസിന്റെ വിദ്യാർത്ഥി. അദ്ദേഹം അമീറുൽ ഹജ്ജ് ആയിരുന്നു. ഹജ്ജിന്റെ ഫത്വ കൊടുക്കാൻ ആ സമയം നിർദ്ദേശിക്കപ്പെട്ട മഹാനായ പണ്ഡിതൻ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ സദസ്സിലായിരിക്കെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കയറി ചില ആളുകൾ സംസാരിച്ചു. സദസ്സിൽ ഉസ്താദ് അതാ ഇബ്നു അബി റബാഹ് ദർസെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ അതിനിടയിൽ കയറി സംസാരിച്ചു. ഇന്ന് നാം ഒരു ദർസെടുക്കുകയാണെങ്കിൽ, ദർസ് കേൾക്കുകയാണെങ്കിൽ, ദർസെടുക്കുന്ന വ്യക്തി എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ സംസാരിക്കാൻ പാടില്ല. അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് അങ്ങനെ സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു, മാ ഹാദിഹിൽ അഖ്ലാഖ്, ഇതെവിടുത്തെ സ്വഭാവമാണ്? എന്ത് സ്വഭാവമാണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്? മാ ഹാദിഹി ത്വബാഇ, ഇതെവിടുത്തെ പ്രകൃതമാണ്? എവിടെ നിന്നാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്? ശേഷം അദ്ദേഹം പറഞ്ഞു, ഇന്നി ല അസ്മഉൽ ഹദീസ്, ചില ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഇന്നി ല അസ്മഉൽ ഹദീസ മിനർ റജുൽ വഅന അഅലമു മിൻഹു ബി, ചില ആളുകൾ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരും, എനിക്ക് ആ പറയുന്നവനേക്കാളും ആ വിഷയത്തെക്കുറിച്ച് അറിവുണ്ട്. ഫഉരീഹി അന്നി ലാ ഉഹ്സിനു ശൈഅൻ മിൻ, ഞാൻ ആ വിഷയം കേൾക്കുക എങ്ങനെയാണെന്നാൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്തതുപോലെ ഞാൻ ആ വിഷയം കേൾക്കാറുണ്ട് എന്ന് അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി അബൂ നുഐം അദ്ദേഹത്തിന് അൽ ഹില്യയിൽ ഉദ്ധരിക്കുന്നതായി കാണാം. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതാ പറയാണ്, എനിക്ക് ചില ആളുകൾ എന്നോട് സംസാരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എനിക്കറിയാം, എനിക്ക് നന്നായി ആ വിഷയം അറിയാം, പക്ഷെ ഞാൻ ആ വിഷയം ഒന്നും അറിയാത്ത ആളുകളെ പോലെ ഞാനത് സമീപിക്കുമെന്ന് അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് പറയും. ഒരാൾ നമ്മോട് ഒരു ഖൈർ പറഞ്ഞു തരാൻ വേണ്ടി വന്നാൽ അത് നമ്മൾ കേൾക്കുക. അത് നമ്മൾ കേൾക്കുക, അതല്ല അതെനിക്കറിയായിരുന്നു, എന്നോട് പറയേണ്ട കാര്യമില്ലായിരുന്നു, എനിക്ക് ഈ വിഷയം മുമ്പേ കേട്ടിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ പ്രിയപ്പെട്ടവരെ നാം ഒഴിവാക്കേണ്ടതാണ്. അതാഇന്റെ തന്നെ മറ്റൊരു സംസാരത്തിൽ കാണാം, ഇന്ന റജുല ലയുഹദ്ദിസുനി ബിൽ ഹദീസ്, ചില ആളുകൾ എന്റെ അരികിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു തരും. ഫഅൻസിതു ലഹു, ഞാനത് മിണ്ടാതിരുന്ന് കേൾക്കും. ഇൻസാത്ത് എന്നൊക്കെ ഈ മുൻഗാമികളുടെ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇൻസാത്ത് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്ന് അദ്ദേഹം കേൾക്കും. കഅന്നി ലം അസ്മഅഹു ഖത്തു, അതിനു മുമ്പ് ഒരിക്കലും ഞാനത് കേൾക്കാത്തതുപോലെ. ശേഷം അദ്ദേഹം പറയുന്നു, വഖദ് സമിഅതുഹു ഖബ്ല അൻ യൂലദ്, ഈ പറയുന്നവൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ആ കാര്യം കേട്ടിട്ടുണ്ട്, പക്ഷേ അയാൾ വന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ കേൾക്കാത്ത രൂപത്തിൽ ഞാനത് കേൾക്കാറുണ്ട് എന്ന് അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് പറയും. ഇത് പ്രിയപ്പെട്ടവരെ കേവലം താബിഈങ്ങളിൽ മാത്രമല്ല, സഹാബത്തിന്റെ സീറ നിങ്ങൾ നോക്കിയാൽ ചില ആധാറുകളിൽ ചില ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറയുമ്പോൾ സഹാബികൾ എങ്ങനെയായിരുന്നു? കഅന്ന അലാ റൂസിഹിമുത് തയ്ർ, അവരുടെ തലകളിൽ പക്ഷികൾ വന്നിരിക്കുന്ന രൂപത്തിലാണ് അവരുടെ മജാലിസുകളിൽ അവർ ഉണ്ടാകാറുള്ളത് എന്ന് ഹദീസുകളിൽ കാണാം. മുല്ല അലി അൽ ഖാരി റഹിമഹുല്ലാഹ് അതിന് നൽകിയ വിശദീകരണം കാണാൻ സാധിക്കും. മിണ്ടാതിരിക്കുന്ന ആളുകളുടെ തലയിലാണ് പക്ഷികൾ വന്നിരിക്കുക. അങ്ങനെയാണ് സഹാബികൾ വന്നിരുന്നത്. അവരുടെ ഇരുത്തത്തിൽ അവർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാറില്ല. നമുക്ക് കാലുവേദന ഉണ്ടെങ്കിൽ, പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യം. അതല്ലാതെ നമ്മൾ ആദ്യം ഒരു രൂപത്തിലിരിക്കുക, പിന്നെ വെറുതെ ഇരുത്തം മാറ്റുക, പിന്നെ കുറച്ച് അങ്ങോട്ട് ചാരിയിരിക്കുക, കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിരിക്കുക, ഈ രൂപത്തിൽ ദീനിന്റെ മജാലിസുകളിൽ അവർ ചെയ്യാറില്ലായിരുന്നു എന്ന് മുല്ല അലി അൽ ഖാരി റഹിമഹുല്ലയുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദീനി മജാലിസുകളിൽ നാം വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടുവരാൻ നാം ശ്രമിക്കുക. ഇമാം മാലിക്കിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹം ഹദീസുകൾ പറയുമ്പോൾ എത്രമാത്രം സൂക്ഷ്മത കാണിച്ചിരുന്നു. ഇൽമിന്റെ മജാലിസുകളിൽ വരുമ്പോൾ അദ്ദേഹം വസ്ത്രം പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. നല്ല വസ്ത്രം അദ്ദേഹം ധരിക്കാറുണ്ട്. ഇന്ന് ചില ആളുകൾ കുടുംബക്കാരെ കാണാൻ പോകുമ്പോൾ നല്ല വസ്ത്രമായിരിക്കും, ദീനിന്റെ മജാലിസിൽ വരുമ്പോഴോ ഏറ്റവും പഴയ വസ്ത്രം.
ഏറ്റവും മോശമായ വസ്ത്രം അതല്ല. നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ദീനിന്റെ മജാലിസുകളിൽ വരാൻ നാം എപ്പോഴും ശ്രമിക്കുക. അത് ഇൽമിന്റെ മര്യാദയിൽ പെട്ടതാണ്. ഇബ്നു ജമാഅ റഹിമഹുള്ള പറഞ്ഞതായി കാണാം, ഇൽമിന്റെ സദസ്സുകളിൽ ഈ രൂപത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പാലിച്ച് അദബോടുകൂടി ഇരിക്കുക. ഉസ്താദ് എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു കേൾക്കുക. ഫലാ യൻബഗി അൻ യൻദുറ ഇല്ലാ ഇലൈഹി. ഒരു ദർസിൽ നാം ഇരിക്കുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അങ്ങോട്ട് നോക്കുക, ഇവിടെ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഇങ്ങോട്ട് നോക്കുക എന്നുള്ളതല്ല, മറിച്ച് പഠിപ്പിക്കുന്ന ആളിലേക്ക്, ഉസ്താദിലേക്ക് നാം നോക്കിയിരിക്കുക. ചില ആളുകൾ അങ്ങനെയാണല്ലോ, ഒരു സദസ്സിൽ ഇരുന്നാൽ അപ്പുറത്ത് എന്തെങ്കിലും കുട്ടികൾ ശബ്ദം ഉണ്ടാക്കിയാൽ അങ്ങോട്ടേക്ക് നോക്കും, എല്ലാവരും അങ്ങോട്ട് നോക്കും. ഇപ്പുറത്ത് എന്തെങ്കിലും ശബ്ദം ഉണ്ടായാൽ എല്ലാവരും ഇപ്പുറത്തേക്ക് നോക്കും. അതല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ മജാലിസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശമാണ് അവിടെ പറയപ്പെടുന്നത്. അതിനെ ആ മര്യാദയിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്ന ആളുകളിലേക്ക് ശ്രദ്ധിക്കാൻ നാം ശ്രമിക്കുക. ശേഷം അദ്ദേഹം പറയുന്നു, വലാ യത്തകിഉ അലാ ഹായിത്ത്, എവിടെയെങ്കിലും ചാരിക്കൊണ്ട് ഇരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നതായി കാണാം. അവസാനത്തെ വിഷയം, ദീനിന്റെ മജാലിസുകളിൽ പ്രിയപ്പെട്ടവരെ ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങൾ പാലിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ അത് ചോദിക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് നമ്മൾ ചോദിക്കുക. കാരണം ചില ആളുകൾക്ക് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ എങ്ങനെയാണ് ചോദിക്കുക? ചില നിസ്സാര വിഷയങ്ങളായിരിക്കും. ചില ആളുകളുടെ ധാരണ എന്താ, ഞാനിത് ചോദിച്ചാൽ ആളുകളൊക്കെ വിചാരിക്കും എനിക്ക് ഈ കാര്യം അറിയില്ല, ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വിചാരിക്കില്ലേ? അതിന്റെ ആവശ്യമില്ല, നമ്മൾ ചോദിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അദ്ദാരിമി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നതായി കാണാം, മൻ റഖ വജ്ഹു റഖ ഇൽമു. ആരെങ്കിലും അവൻ ചോദിക്കാൻ മടി കാണിച്ചാൽ, അവൻ ചോദിക്കുന്നതിൽ പ്രയാസപ്പെട്ടാൽ, റഖ ഇൽമു, അവന്റെ ഇൽമു ബലഹീനമാകുമെന്ന് ഇമാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ദാരിമി അദ്ദേഹത്തിന്റെ മുസ്നദിലും ബൈഹഖി അദ്ദേഹത്തിന്റെ മദ്ഖലിലും ഒക്കെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞത്, അൻസാരികളായ സ്ത്രീകൾ എത്ര നല്ലവരാണ്, അവർക്കൊരിക്കലും അവരുടെ ലജ്ജ ഇൽമു പഠിക്കുന്നതിനെ അവരെ തടസ്സപ്പെടുത്തിയിരുന്നില്ല. ഒരിക്കൽ അൻസാരിയായ സ്ത്രീ സ്ഖലനമുണ്ടായാൽ സ്ത്രീ എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സംഭവം നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അൻസാരികളായ സ്ത്രീകൾ എത്ര നല്ലവരാണ്. ചില റിവായത്തുകളിൽ റഹിമല്ലാഹു നിസാഅൽ അൻസാർ, അൻസാരികളായ സ്ത്രീകൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, കാരണം അവരുടെ ലജ്ജ ഒരിക്കലും ഇൽമു പഠിക്കുന്നതിനെ അവരെ തടസ്സപ്പെടുത്തിയിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെട്ട ആദാബുകൾ നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. ഇൽമിന്റെ മജാലിസുകളിൽ നാം നിറസാന്നിധ്യമാവുക. ദീനി മജാലിസുകൾ ഒരു കാരണവശാലും ഒഴിവാകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിക്കൂടാ. കാരണം ഈ സദസ്സുകൾ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന സദസ്സാണ്. ഈ സദസ്സ് കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മലക്കുകൾ, ഇവിടെ സന്നിഹിതരായ മലക്കുകൾ അല്ലാഹുവിലേക്ക് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുമായി നമ്മെക്കുറിച്ച്, ദീനി സദസ്സുകളിൽ ഇരിക്കുന്നവരെ കുറിച്ച് സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ ഹദീസ് നിങ്ങളൊക്കെ ധാരാളം കേട്ടവരാണ്. ആ ഹദീസിന്റെ പൂർത്തീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്, മലക്കുകൾ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, യാ റബ്ബി ഫീഹിം അബ്ദുൽ ഖത്താ, അല്ലാഹുവേ, ഈ ആളുകൾ, ദീൻ പഠിക്കാനിരുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ദീൻ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സാധാരണക്കാരനല്ല, മറിച്ച് ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്യുന്ന, വളരെയധികം പാപങ്ങൾ ചെയ്യുന്ന ഒരു പാപിയാണ്. ആ വ്യക്തി അതിലൂടെ നടന്നു പോകുമ്പോൾ അയാൾ കൂടെ അങ്ങ് ഇരുന്നതാണ്. എല്ലാവരും വന്നിരിക്കുന്നു, ഇയാൾ കൂട്ടത്തിൽ കൂടി ഇരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു മലായികത്തുകളോട് പറയും, ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹും, ദീൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നവർ, അവരുടെ പ്രത്യേകത എന്താണെന്നാൽ അവർക്ക് സ്വർഗം നൽകാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തതുപോലെ, അവർക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകാമെന്ന് അല്ലാഹു പറഞ്ഞതുപോലെ, അവർക്ക് പാപമോചനം നൽകാമെന്ന് അല്ലാഹു പറഞ്ഞതുപോലെ, ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹും, അവരുടെ കൂടെ ഇരിക്കുന്ന ഒരാളും ഖേദിക്കേണ്ടി വരില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. മുതഅല്ലിമീങ്ങൾ എന്ന രൂപത്തിൽ എന്റെ സഹോദരങ്ങൾ എല്ലാവരും ഈ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. നന്നായി നിങ്ങൾ ദീൻ പഠിക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശമാണെന്ന ബോധം നമുക്കുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നിങ്ങൾക്ക് അൽഹംദുലില്ലാ ദർസുകൾ ധാരാളമുണ്ട്. പക്ഷേ ഈ ആദാബുകൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ബിഇദ്നില്ലാഹ് ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് വലിയ ബറക്കത്ത് ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയേക്കാം.
അതുകൊണ്ട് ഈ വിഷയങ്ങൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അള്ളാഹുവിനോട് നിരന്തരം ബറക്കത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക. അനാവശ്യ കാര്യങ്ങളിൽ കഴിവിന്റെ പരമാവധി നാം ഇടപെടാതിരിക്കുക. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, ഇന്നല്ലാഹ കരിഹ ലക്കും ഖീല വഖാൽ. കണ്ടതും കേട്ടതും പറയുക എന്നുള്ളതൊക്കെ നമുക്ക് വിലക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അനാവശ്യ തർക്കങ്ങൾ അത് നാം ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ വല്ല ഖൗമുൻ ബഅദ ഹുദ കാനു അലൈഹി ഇല്ലാ ഊതുൽ ജദൽ. ഒരു വിഭാഗത്തിന് സന്മാർഗം ലഭിച്ചതിനു ശേഷം അവർ നശിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അവർക്ക് തർക്കം നൽകപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് അനാവശ്യമായി തർക്കിക്കാതിരിക്കുക. അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് നാം എപ്പോഴും സംസാരിക്കുക. ദീനിന്റെ മജാലിസുകൾ നിരന്തരം നാം ഉപയോഗപ്പെടുത്തുക. പഠിക്കുന്ന കാര്യങ്ങൾ മുറാജഅ ചെയ്യുക. ബിഇദ്നില്ലാഹ് ഇനി ഞാൻ നിങ്ങളെ കാണുമ്പോൾ, ഇനി മറ്റൊരു മജ്ലിസിൽ നിങ്ങളെ കാണുമ്പോൾ അതെനിക്ക് കേൾക്കാൻ പറ്റണം. നിങ്ങൾ പരസ്പരം മുറാജഅ ആരംഭിച്ചു, നിങ്ങൾ പരസ്പരം ഈ പഠിക്കുന്ന കാര്യങ്ങൾ മുറാജഅ ചെയ്യുന്നു എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളിൽ നിന്ന് കേൾക്കും എന്നാണ് പ്രതീക്ഷ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞങ്ങൾ ഒരു കാര്യം പഠിച്ചാൽ അത് പ്രാവർത്തികമാക്കുന്നത് വരെ അടുത്ത കാര്യങ്ങൾ പഠിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടെ നിങ്ങൾ ഏതാനും ചില കാര്യങ്ങൾ, ഒരുപക്ഷെ പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. ഈ കാര്യങ്ങൾ ഒരു തദ്കീറാണ്. അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നിങ്ങൾ മുറാജഅ ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക, നിങ്ങളുടെ സഹോദരങ്ങളെ പരസ്പരം ഉണർത്തിക്കൊണ്ടേയിരിക്കുക. സഹാബത്തിന്റെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പരസ്പരം കാണുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരങ്ങൾ നമുക്കിടയിൽ വരിക. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇനി ഒരിക്കലും ദീനിന്റെ സദസ്സുകളിൽ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അനാവശ്യമായി കാല് നീട്ടിയിരിക്കരുത്, അനാവശ്യമായി നിങ്ങൾ ചാരിയിരിക്കരുത്, അനാവശ്യമായി അവിടേക്കും ഇവിടേക്കും നോക്കിക്കൊണ്ട് നിങ്ങൾ സമയം കളയരുത്. അതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇൽമിന്റെ സദസ്സുകളിൽ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാൻ പാടില്ല. അതൊക്കെ നിങ്ങൾ കണ്ടാൽ അവരോട് പറയാം, ഇത് ചെയ്യരുത്, ഇത് ഈ മജ്‌ലിസിന് യോജിച്ചതല്ല, ഇത് ഈ മജ്‌ലിസിൽ യോജിച്ച ഒരു പ്രവർത്തനമല്ല. നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെയായിരുന്നില്ല ചെയ്തത്. ഈ രൂപത്തിൽ പരസ്പരം നസീഹത്തുകൾ കൈമാറിക്കൊണ്ട് നാം ദീന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.